പുണ്യങ്ങൾ പൂക്കും വിശുദ്ധിയായി പേർത്തുമീ മണ്ണിലെത്തുന്നു റമളാൻ പുലരികൾ. പുണ്യങ്ങൾ പൂക്കും വിശുദ്ധിയായി പേർത്തുമീ മണ്ണിലെത്തുന്നു റമളാൻ പുലരികൾ. ദൈവമഹത്വം വിളംബരം ചെയ്യുന്ന ഭാവുക ഭാവവിരചിത മാത്രകൾ. മർത്യ മനസ്സിന്റെ കർമ്മപഥങ്ങളെ മംഗളദീപപ്രഭാപൂർണമാക്കിയും ത്യാഗപ്പെരുമയാൽ മാനവത്വത്തിൻ്റെ ഭാഗധേയങ്ങളെ സാക്ഷ്യപ്പെടുത്തിയും ദാനവും ധർമ്മവും ജന്മസാഫല്യത്തെ വാനിലുയർത്തുമെന്നോർമ്മപ്പെടുത്തിയും അന്യന്റെ ദൈന്യത കാണുവാനായി ആകെ കണ്ണു തുറക്കുവാനുൾവിളി നൽകിയും സത്യവിശ്വാസപ്പൊലിമയായുള്ളിലെ ശബ്ദത്തെ നന്മകൾ സംഗീതമാക്കിയും ഓരോ ദിനവും സുകൃതമായി വാഴ്വിൻ്റെ നേരിനെ തേടുവാൻ കാത്തുലർത്തുവാൻ ഹൃത്തിയിലുദിക്കുന്നു സൂര്യനായി പിന്നെയും എത്തുന്നു പുണ്യ റമളാൻ പുലരികൾ. ഹൃത്തിയിലുദിക്കുന്നു സൂര്യനായി പിന്നെയും എത്തുന്നു പുണ്യ റമളാൻ പുലരികൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, മുസ്ലിം ലോകം വളരെ പ്രതീക്ഷാപൂർവം ഒരാത്മീയ വസന്തകാലത്തെ വരവേൽക്കാനിരിക്കുന്ന സമയമാണിത്. ഇനി ഈ വസന്തം വന്നെത്തിക്കഴിഞ്ഞാൽ ഭക്തിയുടെ നിറഞ്ഞ സാന്നിധ്യം എവിടെയും നമുക്ക് ദർശിക്കാൻ സാധിക്കും. പള്ളികളിൽ ഭക്തന്മാരുടെ തിരക്ക് കാരണത്താൽ അങ്ങ് ദൂരെ ഹൗലൻകരയിൽ വരെ റോട്ടിലേക്ക് എത്തി നിൽക്കുന്ന ഭക്തന്മാരുടെ തിരക്ക് നമുക്ക് പത്രങ്ങളിലൂടെയൊക്കെ കാണാൻ കഴിയുന്ന രൂപത്തിൽ വർധനവുണ്ടായിത്തീരുകയും ചെയ്യാറുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് ചില ആലോചനകളാണ് ഈ സമയത്ത് നാം നടത്തുന്നത്. നോമ്പിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എത്തിപ്പെടേണ്ടത്, നമുക്ക് ലഭ്യമാവേണ്ടത്, പറഞ്ഞു തരുന്നത് തഖ്വയുള്ള മുത്തഖിയായ ജീവിതം നയിക്കാനാണ് പടച്ച റബ്ബ് നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്നും നോമ്പിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ശേഷം നോമ്പിലൂടെ ഒരു മനുഷ്യൻ എത്തിപ്പെടേണ്ടത് എന്താണ് എന്നത് അല്ലാഹു തആല അതിൻ്റെ ശേഷം ആ വചനം അവസാനിപ്പിക്കുന്നത് വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി
എൻ്റെ അടിമ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവന് ഉത്തരം ചെയ്യും, ഞാൻ അവൻ്റെ സമീപസ്ഥാനാണ്. വൈദാ സാലക ഇബാദി അന്നി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് നബിയെ താങ്കളോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക, ഫ ഇന്നി ഖരീബുൻ, ഞാൻ വളരെ അടുത്താണ്. എന്താണ് ആ ആയത്തുകൾ തമ്മിലുള്ള ബന്ധം? എന്താണ്? നോമ്പിലൂടെ സ്ഫുടം ചെയ്തെടുത്ത ഒരു വിശ്വാസി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ചു കഴിഞ്ഞാൽ എത്തിപ്പെടേണ്ടത് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു വിധാനത്തിലേക്ക് അവൻ ഉയർന്നു വരണമെന്നാണ്. അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ തിരസ്കരിക്കാൻ, അവനെ വെറും കൈയോടെ അവൻ്റെ പ്രാർത്ഥന ഫലശൂന്യമായി തീരാൻ പടച്ച റബ്ബിന് സാധിക്കാത്ത അത്രയും റബ്ബുമായി ബന്ധം സ്ഥാപിക്കുക എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. നമ്മൾ സാധാരണ ഇനി ഇതര മതസ്ഥരോ അതല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് അടുത്തറിഞ്ഞിട്ടില്ലാത്ത ആളുകളോ എന്താണ് നിങ്ങളുടെ നോമ്പ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറുള്ളത്, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ പട്ടിണി കിടക്കുക, അതാണ് ഞങ്ങളുടെ മതത്തിലെ നോമ്പ് എന്ന് ഒറ്റ വാക്കിൽ അവരുടെ ഉത്തരം പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ പട്ടിണി കിടന്നാൽ തഖ്വയുണ്ടാകുമോ? പട്ടിണി കിടന്നതുകൊണ്ട് തഖ്വയുണ്ടാകുന്നുവെങ്കിൽ ഇന്ത്യയിലെ തന്നെ പല ഭാഗത്ത് പട്ടിണി കൊണ്ട് മരിച്ചുപോയ മനുഷ്യന്മാരുണ്ട്. അവരൊക്കെ മുത്തഖീങ്ങളായി മരിച്ചു എന്ന് പറയേണ്ടി വരും. ഇനി നോമ്പ് തഖ്വയുണ്ടാവാനാണ് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ടെങ്കിലും, പട്ടിണിയാണ് നോമ്പ് എന്ന് നമ്മൾ വിലയിരുത്തുന്നുണ്ടെങ്കിലും, നോമ്പിനെ നമ്മുടെ നാട്ടുകാരും നമ്മുടെ ആളുകളുമൊക്കെ സ്വീകരിക്കുന്ന രംഗം എന്താണ് ആലോചിക്കേണ്ടതുണ്ടല്ലോ. നമ്മൾ ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ മഴ നീങ്ങിപ്പോവുകയും അല്പം വെയിൽ കിട്ടുകയും ചെയ്തപ്പോൾ നമ്മുടെ വീട്ടുകാരികൾക്ക് സന്തോഷകരമായൊരവസ്ഥയാണ്. എന്താണത്? പശയില്ലാത്ത പച്ചരി ഉണക്കിപ്പൊടിക്കാനുള്ള സന്ദർഭം, കലർപ്പില്ലാത്ത വെളിച്ചെണ്ണ നോമ്പിന് ഉപയോഗിക്കാൻ കഴിയുന്ന ആഹ്ലാദം, കൃത്രിമമില്ലാത്ത മല്ലിയും മുളകുമൊക്കെ ഉണക്കിപ്പൊടിച്ച് വറുത്തു വെക്കാനുള്ള സൗകര്യങ്ങൾ. ഒരു മാസം പട്ടിണി കിടക്കാനാണ് നോമ്പെങ്കിൽ പോലും ആഹ്ലാദഭരിതമായ ഒരു ആഘോഷത്തിൻ്റെ തിമിർപ്പിലാണ് നമ്മുടെ നാടും നാട്ടുകാരുമൊക്കെ നോമ്പിനെക്കുറിച്ച് വരവേൽക്കുന്നത്. അതുകൊണ്ടാണ് തമാശയായിട്ട് നോമ്പിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുമല്ലോ, സാധാരണഗതിയിൽ 11 മാസത്തെക്കാൾ ഉപരി ചെലവ് കൂടുന്ന മാസമാണ് നോമ്പ്. 4 നേരം സുഭിക്ഷമായ ആഹാരം കഴിക്കുന്ന 11 മാസത്തെക്കാൾ ഉപരി 2 നേരം ഭക്ഷണം കഴിക്കുന്ന നോമ്പിലാണ് നമ്മുടെ സാമ്പത്തിക ബജറ്റിൽ ഏറ്റവും ഉയർന്ന അവസ്ഥ കാണിക്കുന്നത് റമദാൻ മാസത്തിലായിരിക്കും. അതുകൊണ്ടാണ് സാധാരണ നോമ്പ് തുറക്കുന്ന നമ്മുടെ അവസ്ഥകളെക്കുറിച്ച് പറയാറുള്ളത്, NH റെയിൽവേ ഗേറ്റ് തുറന്ന പോലെയാണ് നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ വിഭവങ്ങളുടെ ആധിക്യമെന്നാണ്. അതിൽ ഉണ്ണിയപ്പം മുതൽ മുളലോറി വരെ നിറഞ്ഞു നിൽക്കുന്ന ഓട്ടോറിക്ഷ മുതൽ എല്ലാം ഉണ്ടാവുമല്ലോ. ആ NH റെയിൽവേ ഗേറ്റ് തുറക്കുമ്പോൾ തള്ളി നിൽക്കുന്ന വാഹന നിര പോലെ സുഭിക്ഷമായ ആഹാരങ്ങളുടെ ഒരു സമാഹാരമായി നോമ്പിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്തുണ്ടാകുന്നത്, നോമ്പിലൂടെ മനുഷ്യർക്ക് ഉണ്ടാവേണ്ടുന്ന തഖ്വ എന്ന് പടച്ച റബ്ബ് നിശ്ചയിക്കുന്നത്. നോമ്പ് ഒരു മാസം തഴുകി തലോടിപ്പോകുമ്പോൾ നമുക്ക് തഖ്വയുണ്ടായോ എന്ന ചോദ്യത്തിന് ആളുകൾക്ക് ഒറ്റവാക്കിൽ പറയാനുള്ളത്, നോമ്പിന് ഞാൻ ഒന്നും നോക്കിയില്ല, പകലൊക്കെ പട്ടിണി കിടക്കല്ലേ എന്നുള്ളത്, ഷുഗറും കൊളസ്ട്രോളും ഒന്നും ശ്രദ്ധിച്ചില്ല, പലഹാരങ്ങളും പായസങ്ങളും പഴവർഗ്ഗങ്ങളും ഒക്കെ സുഭിക്ഷമായി കഴിച്ചു, ഇപ്പൊ നോമ്പ് കഴിഞ്ഞപ്പോൾ ഷുഗർ കൂടി കൊളസ്ട്രോൾ കൂടി എന്ന് പറയുന്ന ആളുകളല്ലാതെ നോമ്പ് കഴിഞ്ഞപ്പോൾ തഖ്വ കൂടി എന്ന് പറയുന്ന ആളുകളെ കാണാൻ പ്രയാസമായി തീരുകയാണ്. നോമ്പിലൂടെ മനുഷ്യൻ എത്തിപ്പെടേണ്ടത് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ പ്രാർത്ഥനയിൽ ഉത്തരം കിട്ടുന്ന വിശ്വാസിയായി തീരുക എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അവിടെ നിന്നുകൊണ്ടാണ് ചില ആലോചനകൾ ഈ സന്ദർഭത്തിൽ അനിവാര്യമാകുന്നത് എന്ന് സൂചിപ്പിക്കുന്നത്. നോമ്പ് നമ്മുടെ ജീവിതത്തിലൂടെ തഴുകിപ്പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു സംഗതി, മനുഷ്യന്റെ ജീവിതത്തിലെ മാറ്റാൻ കഴിയാത്ത ശീലങ്ങളെ മാറ്റിയെടുക്കാൻ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നേർക്കുനേരെ പറഞ്ഞാൽ 11 മാസം നമ്മളാരും 4 മണിക്ക് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാറില്ല. ആരെങ്കിലും ആ സമയത്ത് 4 മണിക്ക് നമ്മെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്താൽ
ഇനി ആ സമയത്ത് എഴുന്നേറ്റ് ലേശം ഭക്ഷണം തരാ എന്നൊക്കെ പറഞ്ഞാൽ വിളിച്ചുണർത്തിയവനോടുണ്ടാകുന്ന ഈർഷ്യതയും വിരോധവുമൊക്കെ നമുക്ക് വിവരണാതീതമാണ്. പക്ഷേ റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ എല്ലാ മുസ്ലിം ലോകം മുഴുവൻ ആ സമയത്ത് എഴുന്നേൽക്കും. 11 മാസവും നമ്മൾ ആ സമയത്ത് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചിട്ടില്ല. റമദാൻ മാസം കഴിഞ്ഞാലും ആ സമയത്ത് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാൻ നമ്മളോട് തീരുമാനിച്ചിട്ടുമില്ല. റമദാൻ കഴിഞ്ഞാലും ഒരു നേരം കൂടി ഭക്ഷണം കഴിക്കാനുള്ള സമയം കണ്ടെത്തിയല്ലോ എന്നുള്ളവർക്ക് സന്തോഷമായി നമ്മളതിലിട്ട് കാണുന്നുമില്ല. എന്നാലും ഇതുവരെ നടന്ന ശീലിപ്പുകളെയും ചിട്ടകളെയും വേണമെങ്കിൽ മാറ്റിയെടുക്കാൻ മനുഷ്യന് സാധ്യമാണ് എന്ന് റമദാൻ മാസം ഒരു വിശ്വാസിയുടെ ജീവിതം തെളിയിക്കുന്നുണ്ട്. പക്ഷേ നോമ്പിന് പകല് മുഴുവൻ പുകവലി ഒഴിവാക്കിയ ഒരു വിശ്വാസി നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ആ പുകവലിയിൽ നിന്ന് അവൻ മുക്തനാകുന്നില്ല. അത്രയും സമയം അവൻ പിടിച്ചു നിന്നിരുന്നു. അരുത് എന്ന് അവൻ അറിയാം, പാടില്ലെന്ന് അവന് ബോധമുണ്ട്. പക്ഷെ എന്നാലും എന്തൊക്കെ പറഞ്ഞിട്ടെന്താ, ശീലിച്ചു പോയില്ലേ. ഞാൻ പിടിച്ചു നിന്നു നോക്കി, പക്ഷെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം കിട്ടിയില്ലെങ്കിലും വിരോധമില്ല, ആഹാരം വിചാരിച്ച രൂപത്തിലായില്ലെങ്കിലും അവന് വിഷമല്ല. അവൻ വിചാരിച്ച 1 2 പുക വലിച്ചു ഊതിക്കഴിഞ്ഞാൽ അവൻ ആശ്വാസമായി തീരുകയാണ്. എന്തുകൊണ്ടാണ് അതുവരെയുള്ള ശീലങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയാത്തത്? ശീലങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് നോമ്പ് വിശ്വാസിയെ പഠിപ്പിക്കുമ്പോൾ അവൻ ശീലിച്ച ദുശ്ശീലങ്ങളെയും അവന്റെ ജീവിതത്തിൽ അവൻ മോശമായി കരുതുന്ന പ്രവർത്തനങ്ങളെയും മാറ്റിയെടുക്കാൻ പോലും കഴിയുന്നില്ല എങ്കിൽ എവിടെയാണ് ആ രംഗത്ത് മാറ്റമുണ്ടാകുന്നത്? നീ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ റമദാൻ മാസത്തിൽ ഒളിവെടുക്കുമ്പോൾ ഓരോ വിശ്വാസിയും ഒളിവെടുത്തു കഴിഞ്ഞാൽ വായിലുള്ള നനവ് തീരുന്നവരെ തുപ്പിക്കളയും. എന്തിനാ വായിലുള്ള നനവ് ഫുള്ള് തുപ്പിക്കളയുന്നത്? ചില പള്ളികളിലൊക്കെ തുപ്പാൻ വേണ്ടി മണൽ നിറച്ച ബക്കറ്റുകൾ നിറച്ചു വെക്കാറുണ്ട്. നോമ്പ് കാലത്ത് മനുഷ്യന്റെ തുപ്പലുകൾ അസഹ്യമായി തീരുമ്പോൾ പള്ളിയുടെ പരിസരങ്ങൾ മലിനമാവാതിരിക്കാൻ വേണ്ടി മണൽ നിറച്ചുകൊണ്ട് അതിന് സൗകര്യമൊരുക്കി കൊടുക്കാറുണ്ട്. അപ്പോ ഈ നോമ്പിന് ഈ ഒന്നുകൊടുക്കുമ്പോൾ തുപ്പിക്കളയുന്ന എന്തിനാ? വെള്ളം വൃത്തിയില്ലാഞ്ഞിട്ടല്ല, ശരീരത്തിന് വെള്ളം വേണ്ടാഞ്ഞിട്ടുമല്ല. വെള്ളം അല്പം കീപ്പോട്ട് ഇറങ്ങിപ്പോയാൽ ആരെങ്കിലും അറിയുമെന്ന് വിചാരിച്ചിട്ടുമല്ല. മറിച്ചെന്താ, എൻ്റെ നോമ്പ് നഷ്ടപ്പെടാൻ പാടില്ല. ആരും കാണുന്നില്ലെങ്കിലും ഒരാളും അറിയുന്നില്ലെങ്കിലും പടച്ച റബ്ബ് അറിയുമെന്നും കാണുമെന്നും എൻ്റെ നോമ്പ് നഷ്ടപ്പെടുമെന്നുള്ള ബോധ്യം അവനെ നയിക്കുന്നത് കൊണ്ട് ആ ഉമിനീരിന്റെ തണുപ്പും അതിന്റെ കുളിരുമൊക്കെ മാറുന്നത് വരെ തുപ്പിക്കളഞ്ഞതിന് ശേഷമേ അവൻ കുടിനീര് ഉള്ളിലേക്ക് ഇറക്കൂ. ഇതെന്താ? പടച്ച റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധ്യമാണ്. ഇത്ര ശുഷ്കാന്തിയുള്ള സൂക്ഷ്മതയുള്ള ഒരു വിശ്വാസി നോമ്പ് കഴിഞ്ഞാൽ തൻ്റെ കുടുംബ ജീവിതത്തിലും തൻ്റെ ജോലിയിലും തൻ്റെ സാമ്പത്തിക ഇടപാടുകളിലും കണക്കെഴുതുന്നിടത്തുമൊക്കെ പടച്ച റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ബോധം നയിക്കുന്നുണ്ടോ? അതല്ല ഒന്നുകൊടുത്ത് വെള്ളം തുപ്പിക്കളയുന്നതോടുകൂടി തീർന്നു പോകുന്നതാണോ പടച്ച റബ്ബിനെ നിരീക്ഷിക്കുന്നു എന്നുള്ള ബോധമുണ്ടാകുന്നത്? അല്ല, ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ പടച്ച റബ്ബ് ഇന്ന റബ്ബകലബിൽ മിർസാദ്, റബ്ബെന്നെ നോക്കിയിരിക്കുകയാണ്. എൻ്റെ ഓരോ പ്രവർത്തനങ്ങളും റബ്ബിന്റെ അറിവിൽപ്പെടാതെ, റബ്ബിന്റെ തീരുമാനത്തിൽപ്പെടാതെ, റബ്ബിന്റെ ആ ഇറാദത്തുണ്ടല്ലോ അത് എൻ്റെ മേൽ നടപ്പാകാതെ ഒന്നും നടക്കുകയില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ തുടർക്കാല ജീവിതങ്ങൾ ഉണ്ടായിത്തീരുന്നത്? ആലോചിച്ച് നോക്കൂ. അങ്ങനെയില്ല എങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ സംഭവിക്കുന്നത്? അത് നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയേക്കും. ഒരു മാസം ഇനി ഏതായാലും ഇങ്ങനെയാണ് സഹിക്കണം. അതുകൊണ്ട് ഒരു മാസം സാധാരണഗതിയിൽ സുബൈന്റെ ജമാഅത്തിനൊക്കെ ആളുകൾ കുറഞ്ഞ പള്ളികളിൽ പോലും റമദാൻ മാസത്തിൽ സജീവമായ ആളുകൾ ഉണ്ടാവും. എന്താ, ഏതായാലും അത്താഴത്തിന് എണീക്കണം, എന്നാ പിന്നെ സുബൈ ജമാഅത്ത് കഴിഞ്ഞ് കടന്നുറങ്ങിയാൽ മതി എന്ന് മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തുകൊണ്ട് അങ്ങ് അല്പം ദൂരെ ദിക്കിൽ നിന്ന് പോലും ടോർച്ചടിച്ചുകൊണ്ട് ആളുകൾ പള്ളിയിലേക്ക് വരും. പക്ഷെ ആ റമദാൻ കഴിഞ്ഞാലോ, ശവ്വാലിന്റെ പൊന്നമ്പലിക്കേറ് വാനലോകത്ത് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ പഴയ രൂപത്തിലുള്ള ആളുകളായി മാറും. അതുകൊണ്ടാണ് എക്സ്റ്റെൻഡ് ചെയ്ത് പന്തലിട്ട് പള്ളി വികസിപ്പിച്ചിരുന്ന ആളുകളും ഓലയും ശീലയും ഒക്കെയായി പള്ളിയുടെ മേൽപോട്ട് സൗകര്യമുയർത്തിയ ആളുകളും ശവ്വാൽ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ അത് പൊളിച്ചു വെക്കും പള്ളി കമ്മിറ്റിക്കാർ. ഇനി ഈ ആളുകൾ അടുത്ത റമദാനിന് പ്രതീക്ഷിച്ചാൽ മതി. എല്ലാ കൊല്ലവും സ്ഥിരമായി എല്ലാ ദിവസവും അവർ പള്ളിയിൽ വരുന്നുവെങ്കിൽ അത് കോൺക്രീറ്റ് സൗധമാക്കുകയോ ഓടുകയോ ഒക്കെ ചെയ്യേണ്ടതുണ്ട്. ടെമ്പററി സൗകര്യങ്ങൾ മതിയാവുകയില്ല. കാരണം അവരും തീരുമാനിച്ചിരിക്കുന്നത് ഇതൊരു മാസം അങ്ങ് ചെയ്താൽ മതി, അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീരുമെന്നുള്ളതാണ്.
അങ്ങനെയാകുമ്പോഴെന്താണ്, അതിൻ്റെതായ ചൈതന്യം നിലനിർത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങിപ്പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴും നമ്മൾ ആലോചിക്കണമല്ലോ, ഈ മാസം നമ്മെ തഴുകി തലോടിപ്പോയിട്ട് എനിക്കെന്ത് മാറ്റമുണ്ടായി, ആ എന്ത് മാറ്റമുണ്ടായി എന്നുള്ള ചിന്തയാണ് നമ്മെ നോമ്പിലൂടെ ത്രസിപ്പിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി തീർക്കുന്നത്. സാധാരണഗതിയിൽ ഞാൻ ജമാഅത്ത് നമസ്കാരത്തിനൊന്നും അത്ര ശ്രദ്ധ വെക്കാറുണ്ടായിരുന്നില്ല. ചെയ്യൂല എന്നല്ല, പക്ഷെ ഈ റമദാനിൽ പടച്ച റബ്ബേ ഒരു ജമാഅത്തും എനിക്ക് നഷ്ടപ്പെട്ടില്ല. ഇനി തുടർക്കാല ജീവിതത്തിൽ എനിക്ക് അള്ളാഹു അനുവദിച്ച സമയം വരെയും അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ദുന്യവിയായ ചുറ്റുപാടുകളുമായി അഴുകിച്ചേർന്ന് ജമാഅത്ത് ഞാൻ മിസ്സാക്കുകയില്ല എന്നൊരു തീരുമാനത്തിന് ഈ റമദാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ടോ? സാധാരണ റവാത്തിബ് സുന്നത്തുകളൊന്നും അത്രയൊന്നും കണിശമായി ഞാൻ ആചരിക്കാറുണ്ടായിരുന്നില്ല. ഒഴിവുണ്ടാകുമ്പോഴും എല്ലാവരും ചെയ്യുകയാണെങ്കിലൊക്കെ എപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. അതൊരു പതിവായി അനുഷ്ഠിച്ച് ആചരിച്ച് കൊണ്ടു നടക്കാറൊന്നുമില്ല. പക്ഷെ ഈ റമദാൻ മുതൽ ഇതാ റവാത്തിബ് സുന്നത്ത് ഒന്നും ഒഴിയാതെ ഫർള് നമസ്കരിക്കുന്ന സമയമത്രയും ഞാൻ റവാത്തിബ് നമസ്കരിച്ചിട്ടുണ്ട്. ഇനി അത് തുടർന്നുകൊണ്ടും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊരു ബോധ്യം അവരെ നയിക്കുന്നുണ്ടോ? അങ്ങനെ ഓരോന്നോരോന്ന് ചിന്തിച്ചു നോക്കുക. സാധാരണ നമസ്കാരത്തിൽ ഓതുന്ന ദിക്റും ദുആന്റെ അർത്ഥം പോലും എനിക്കറിയില്ലായിരുന്നു. സാധാരണ ഞാൻ ഈ സബ്ബീസ്മന്റെ താഴെ പണ്ട് മദ്രസയിൽ നിന്ന് പഠിച്ചിരുന്ന നമസ്കാരത്തിന് ചെല്ലാൻ പറ്റിയ കുറച്ച് ചെറിയ സൂറത്തുൽ ഇഫ്ലാക്കി എന്നല്ലാതെ അതിപ്പോ അങ്ങനെ എല്ലാ നമസ്കാരത്തിലും ഇങ്ങനെ അതിന്റെ അറയത്തിന്റെ താഴേക്കുള്ള സൂറത്തുകൾ ഓതാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ റമദാനിൽ 30 ദിവസം കൊണ്ട് 30 സൂറ ഞാൻ കാണാതെ പഠിച്ചു. ഇനി റബ്ബേ, റമദാനിന്റെ ഈ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് തുടർക്കാലത്തും ഖുർആൻ എന്റെ മനസ്സിനും എന്റെ ജീവിതത്തിനും വഴിയും വെളിച്ചവുമായി മാറും എന്നുള്ളൊരു പ്രതിജ്ഞക്ക് തയ്യാറായോ? അങ്ങനെ ഒരു മാറ്റവും റമദാനിൽ ആയിപ്പോകുന്നില്ല എങ്കിൽ ആളുകൾ പറയുന്നത് എത്ര പെട്ടെന്ന് കഴിഞ്ഞില്ലേ ഒരു മാസം. എല്ലാവരും പറയും അറിഞ്ഞില്ല, പോയത് അറിഞ്ഞില്ല, അതൊരു ബർക്കത്ത, എത്ര പെട്ടെന്ന് തീർന്നുപോയി എന്ന് പറഞ്ഞ ആ മാസം അങ്ങനെ കഴിഞ്ഞു പോയി എന്ന് പറയുന്നതിലുപരി ഈ മാസം പടച്ച റബ്ബ് എനിക്ക് നൽകിയിരിക്കുന്ന ഈ സുന്ദരമായ മുഹൂർത്തം ഉപയോഗപ്പെടുത്താൻ ഞാൻ എത്രത്തോളം പാകപ്പെടുത്തിയെടുത്തു എൻ്റെ മനസ്സിനെ എന്ന് ചോദിക്കുന്നിടത്താണ് പരാജയങ്ങൾ സംഭവിക്കുന്നത്. അങ്ങനെ പരാജയം സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്ന അറിയങ്ങൾ? മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്ന സംഗതി എന്ന് ബൂസുരി പറഞ്ഞല്ലോ. മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് ചെറിയ കുഞ്ഞിന്റെ മനസ്സ് പോലെയാണ്. അതിന് നിയന്ത്രിക്കേണ്ട സ്ഥലത്ത് നിയന്ത്രിച്ചില്ല എങ്കിൽ അത് കാടുകാരിപ്പോവും. 2 വയസ്സാകുന്ന സമയത്ത് കുഞ്ഞിന്റെ മുലകുടി നിർത്തിയില്ല എങ്കിൽ ശാബായി കഴിഞ്ഞാലും ആ കുഞ്ഞ് മുലകുടിച്ചുകൊണ്ടിരിക്കും എന്നാണ് ബൂസൂരി സൂചിപ്പിക്കുന്നത്. എന്താ, 2 വയസ്സാകുമ്പോൾ മുലകുടി നിർത്തേണ്ടി വരുമ്പോൾ ചിലപ്പോൾ കുഞ്ഞ് ശല്യമുണ്ടാക്കും. പിതാവ് ചിലപ്പോൾ 2 ദിവസം ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല, ലീവ് എടുക്കേണ്ടി വരും. ഉമ്മയും കുറെ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നാലും അത് നിർത്തിക്കഴിഞ്ഞാൽ ആ 2-3 ദിവസം ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അവൻ ആ ശീലമല്ലാതായി മാറും. അതുപോലെ മനുഷ്യന്റെ മനസ്സ്, ആർത്തികളുടെ പിന്നാലെ പോകുന്ന മനുഷ്യന്റെ മനസ്സ്, ആ ആർത്തികളിൽ നിന്ന് മുക്തമായി മനുഷ്യന്റെ മനസ്സ് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. അങ്ങനെ എത്തുമ്പോഴേ ജീവിതത്തിൽ നിയന്ത്രണം ശീലിക്കുന്ന ഒരു വിശ്വാസിയായി മാറും. അങ്ങനെ സൂചിപ്പിക്കുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും നോമ്പെടുക്കാറുണ്ടായിരുന്നത് വീട്ടിൽ ഭക്ഷണമില്ലാത്തത് കൊണ്ടായിരുന്നു. ഭാര്യ എടുത്ത് ചെല്ലും, അല്ല ആയിഷ എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ പ്രവാചകരെ, എല്ലാം ഇന്നലെ തന്നെ ഒന്നുമില്ല. ശരി, എന്നാ പിന്നെ നോമ്പാണ്. അതുകൊണ്ട് ആ സുന്നത്ത് നോമ്പിന് പകലിൽ നിയത്ത് വെച്ചാൽ മതി എന്ന് ഫുഖാക്കളടക്കം പറയാനുള്ള കാരണം അത് എന്നെ കാര്യമായി കഴിച്ചിട്ടില്ല, സുബൈക്ക് ചെന്ന് നമസ്കാരം കഴിഞ്ഞപ്പോൾ ഒന്നും കിട്ടാനില്ല എങ്കിൽ പിന്നെ നോമ്പ് തുടരുക. നമ്മൾ നോമ്പെടുക്കുന്നത് വീട്ടിൽ ഭക്ഷണമില്ലാത്തത് കൊണ്ടല്ല. വീട്ടിൽ ഇന്നലെ നോമ്പ് തുറക്കാനുണ്ടാക്കിയ ഭക്ഷണം ഇപ്പോഴും പാത്രം മാറ്റി മാറ്റി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് അവസാനം ആരും കഴിക്കാനില്ലാത്തതുകൊണ്ട് തട്ടിക്കളയലാണ്. അത്താഴത്തിനത് വേറെ ബാക്കിയുണ്ട്, നോമ്പ് തുറക്കാനുണ്ടാക്കിയ വിഭവങ്ങൾ വേറെ ബാക്കിയുണ്ട്. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടോ ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടോ ഭക്ഷണം കഴിക്കാൻ കഴിയാത്തത് കൊണ്ടോ സാമ്പത്തികമായൊരു ചെലവ് ചുരുക്കൽ അജണ്ട തീരുമാനിക്കാൻ വേണ്ടിയോ അല്ല നമ്മളാരും നോമ്പെടുത്തിരിക്കുന്നത്. ഇപ്പൊ സാമ്പത്തിക മാന്ദ്യമൊക്കെ വന്ന കാലത്ത് ഭക്ഷണത്തിലൊക്കെ ഒരു ചെലവ് ചുരുക്കിയിട്ട് നോമ്പിലൂടെ ഒരു ആഹാരക്രമത്തിലൂടെ ഒരു സാമ്പത്തിക ബജറ്റ് തീരുമാനിച്ച് കുറച്ചു കൊണ്ടുവരാനുള്ള തീരുമാനത്തിന് വേണ്ടിയല്ല. അതുപോലെ തന്നെ ആഹാരമില്ലാത്തതിന്റെ അഭാവം കൊണ്ടല്ല നോമ്പെടുത്തിരിക്കുന്നത്.
ശരീരം ആഹാരം തോന്നിപ്പിക്കാത്തത് കൊണ്ടുമല്ല, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് കൊണ്ടുമല്ല നോമ്പെടുക്കാതിരിക്കുന്നത്. മറിച്ച് ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ആഹാരമുണ്ട്, ആവശ്യമുണ്ട്, സാമ്പത്തിക സൗകര്യങ്ങളുണ്ട്. എന്നിട്ടും നോമ്പെടുക്കുന്നത് എന്തിനാണ്? പടച്ച റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്. ആ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുമ്പോഴെന്താ വേണ്ടത്? അതിലൂടെ ലഭ്യമാകേണ്ടുന്ന ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഒരു സംഗതി ലക്ഷ്യമാകുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു പരിശീലന കളരിയാണ് നോമ്പ്. അപ്പൊ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞല്ലോ, ലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല. ഹജ്ജിന് പോകുന്ന മനുഷ്യൻ അശ്ലീലം പ്രവർത്തിക്കാൻ പാടില്ല, കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? തമ്മാടിത്തം പ്രവർത്തിക്കാൻ പാടില്ല, അശ്ലീലം പ്രവർത്തിക്കാൻ പാടില്ല, കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഹജ്ജിന് പോകാത്ത ആളുകൾക്ക് ഇത് ചെയ്യാൻ പാടുണ്ടോ? ഞാൻ ഹജ്ജിനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് ലേശം അശ്ലീലം പ്രവർത്തിക്കാന്ന് പറയാൻ പറ്റുമോ? ഹജ്ജൊന്നും പണമെടുത്തിട്ടില്ല, കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ലേശം ആഭാസത്തരം പ്രവർത്തിക്കാമെന്ന് വിശ്വാസിക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെന്താ? ഹജ്ജിൽ പോകുമ്പോൾ മനുഷ്യന്റെ ആഹാരങ്ങൾക്കും മനുഷ്യന്റെ ജീവിത രീതികൾക്കൊക്കെ ഭംഗം വരികയും മാറ്റം സംഭവിക്കുകയും ചെയ്യുമ്പോൾ ക്ഷിപ്രകോപിയായ മനുഷ്യൻ പെട്ടെന്ന് ദേഷ്യം പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ മനുഷ്യനോട് പറഞ്ഞത് ഇത് പാടില്ലെന്ന്. നോമ്പുകാരനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മല്ല യദ ഖൗല സൂരി വൽ അമല ബിഹി. അനാവശ്യ വാക്കും അനാവശ്യ പ്രവർത്തനങ്ങളും കെട്ട വാക്കുകളും പാഴായ പ്രവർത്തനങ്ങളും ഒരു മനുഷ്യൻ ഒഴിവാക്കുന്നില്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ഹജ്ജത്തുൻ അയ്യദാ തആമഹു വശറാബഹു. ആ മനുഷ്യൻ വെള്ളം ഉപയോഗിക്കണം, ഭക്ഷണം ഉപയോഗിക്കാതിരിക്കണം, അതൊക്കെ വർജിക്കണമെന്ന് അള്ളാഹ്ക്ക് ഒരു താല്പര്യമില്ല കേട്ടോ. നിങ്ങളത് നോമ്പല്ലാത്ത സമയത്ത് നമുക്ക് അനാവശ്യം പറയാൻ പറ്റുമോ? നോമ്പല്ലാത്ത കാലത്ത് നമുക്ക് അനാവശ്യം പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നോമ്പില്ല, അതുകൊണ്ട് നമ്മൾ അനാവശ്യം പറയാന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. പിന്നെന്താ നോമ്പുകാരൻ അനാവശ്യം പറയരുത് എന്ന് പറഞ്ഞത്? നോമ്പുകാരൻ അനാവശ്യം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞത് എന്താണ്? അതാണ് ജീവിതത്തിൽ അയഞ്ഞുപോയ ശീലങ്ങളെയും ചിട്ടകളെയും ഈ നോമ്പിലൂടെ തിരിച്ചു പിടിച്ചു കൊണ്ടുവരാൻ കഴിയണം. ആ തിരിച്ചു പിടിച്ചു കൊണ്ടുവരല എങ്ങനെയാ? റബ്ബേ, ഈ ഒരു മാസത്തിൽ എന്റെ നാവ് കൊണ്ട് ഒരാളുടെയും അഭിമാനത്തെ ഞാൻ വ്രണപ്പെടുത്തിയിട്ടില്ല, ഒരാളുടെയും അവകാശങ്ങൾ ഞാൻ ഹനിച്ചിട്ടില്ല, പടച്ച റബ്ബിന്റെ പൊരുത്തമില്ലാത്തൊരു വാക്ക് എന്റെ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരാളുടെയും അഭിമാനത്തെ വ്രണപ്പെടുത്തുകയോ അന്തസ്സിനെ ചോദ്യം ചെയ്യുകയോ കുറവാക്കുകയോ കൊച്ചാക്കുകയോ ചെയ്യുന്ന ഒരു വാക്ക് ഞാൻ എന്റെ നാവ് കൊണ്ട് ഉരിയാടിയിട്ടില്ല എന്ന് എനിക്ക് പറയാൻ കഴിയുമോ? അള്ളാഹു എനിക്ക് അനുഗ്രഹമായി നൽകിയ കണ്ണ്, ആ കണ്ണുകൊണ്ട് പടച്ചവൻ ഇഷ്ടപ്പെടാത്ത ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയാൻ കഴിയോ? നമ്മൾ നോമ്പിന്റെ ഒരു മാസം കേബിൾ കട്ടാക്കാറുണ്ട്. ഏതായാലും തറാവിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് കാണാൻ സമയം ഉണ്ടാവില്ല, പിന്നെ ഒരു മാസത്തെ വാടകയും കൊടുക്കണ്ടല്ലോ എന്നവർക്ക് കേബിൾ കട്ടാക്കിയാൽ നോമ്പിന് മാത്രം കാണാൻ പാടില്ലാത്ത കാഴ്ചകളുണ്ടോ നമ്മുടെ കണ്ണുകൾക്ക്? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ നോമ്പിലൂടെ പരിശീലിപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ കാലത്തേക്കും വേണ്ടുന്ന വെളിച്ചം കിട്ടാനുള്ള മനുഷ്യന്റെ മനസ്സിനാണ് ഈ വെളിച്ചം പകർന്നു കൊടുക്കേണ്ടത്. ആ വെളിച്ചം പകർന്നു കൊടുക്കുമ്പോഴാണ് ആ പട്ടിണി സഫലമായി തീരുന്നത്, അത് ഉദ്ദേശിച്ച ഫലത്തിലേക്ക് കയറി വരുന്നത്. അങ്ങനെ കയറി വരുന്നില്ല എങ്കിൽ അത് കേവലമായ ഒരു ചടങ്ങുകളായി അത് തീരുകയും ചെയ്യും. അതുകൊണ്ടാണ് ആളുകൾ പറയാറുണ്ടല്ലോ, നോമ്പ് ഒരു മാസം അല്ലെങ്കിൽ ഇപ്പൊ 2 മാസമായാലും കുഴപ്പമൊന്നുമില്ല, ഒരു കട്ടൻ ചായ കിട്ടിയാൽ മതിയായിരുന്നു. അയാൾ അതിന് അഡിക്റ്റായി പോയതാണ്. അത് ഇടക്കിടക്ക് കിട്ടുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് 2 മാസമായാലും വിഷമമൊന്നുമില്ല. ഭക്ഷണത്തെ സംബന്ധിച്ച് പ്രശ്നമില്ല അയാളെ സംബന്ധിച്ചിടത്തോളം. അതിപ്പോ എന്തെങ്കിലുമൊക്കെ അല്പം എന്തെങ്കിലുമൊക്കെ കഴിച്ചാലും കുഴപ്പമില്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വേറെ ചില പ്രശ്നങ്ങളാണ്. കൃത്യമായ ആഹാരം കിട്ടാത്തത് കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ. പണ്ട് മലബാറിൽ നോമ്പ് കാലത്ത് സ്പെഷ്യൽ പോലീസ് നടക്കാറായിരുന്നു. കാരണം ആളുകൾ മാപ്പിളമാര് ജതുപളകും നോമ്പ് കാലത്ത് എന്ന് പറഞ്ഞിട്ട്. കാരണം ഭാര്യമാരോട് ദേഷ്യം പിടിക്കുന്നവര്, കുട്ടികളോട് ദേഷ്യം പിടിക്കുന്ന നോമ്പ് കാലത്ത് ആളുകൾക്ക് ഇത്തരമുള്ള വെറീസിൻ്റെതായ ഒരു അസുഖം ഉണ്ടാവുകയാണ്. എന്തിനാണ് ഇയാൾ നോമ്പെടുക്കണ്ടില്ലായിരുന്നു ഭാര്യയ്ക്ക് തോന്നുകയാണ്, വാപ്പ നോമ്പെടുത്തത് ആ പ്രശ്നമെന്ന് മക്കൾക്ക് തോന്നുകയാണ്. എന്താ ഇങ്ങനെ വരുന്നത്? ഇതൊക്കെ യഥാർത്ഥത്തിൽ മനസ്സിന് നോമ്പിനെ പാകപ്പെടുത്തി എടുക്കാത്തത് കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അങ്ങനെ വരുമ്പോ യഥാർത്ഥത്തിൽ എന്താ കാര്യങ്ങൾ? ഇപ്പോ നമ്മുടെ നാട്ടിൽ നോമ്പ് എന്നുള്ള ഒരു സംഗതി ഇവിടെ മാത്രമല്ല, ചില രാജ്യങ്ങളിൽ വരെ റമദാൻ മാസത്തിൽ അടുക്കളയിൽ കയറാത്ത ആളുകളുണ്ട്. ഒരു മാസത്തേക്ക് വേണ്ടുന്ന വിഭവങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന രാജ്യങ്ങളുണ്ട്.
എന്നിട്ട് അത് ഒന്നായിട്ട് ഫ്രീസറിൽ കയറ്റിയിട്ട് അന്നന്നേക്ക് വേണ്ടത് ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കുക. അങ്ങനെ ഒരു മാസത്തേക്ക് വേണ്ടുന്ന വിഭവങ്ങൾ സ്വമേധയാ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ ആ ഒരു മാസം ഇബാദത്തിലാണ് കഴിഞ്ഞുകൂടുക. അങ്ങനെ കഴിഞ്ഞുകൂടി അത് കഴിഞ്ഞാലോ പിന്നെ അവർ പഴയ ജീവിതത്തിലേക്ക് പോയി. പിന്നെ അവർക്ക് സാധാരണ ദീനുമായുള്ള ബന്ധം ഉണ്ടാകുന്നില്ല. പിന്നെ ദുനിയാവിലുള്ള എല്ലാ അവസ്ഥകളും എല്ലാ രൂപത്തിലുള്ള പ്രശ്നങ്ങളും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. വീണ്ടും ഒരു മാസമായി വരുമ്പോഴേക്ക് ഒരുങ്ങി ശുദ്ധീകരിച്ച് അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തി ഒരു മാസത്തേക്ക് വേണ്ടുന്ന ഒരു സീസൺ ടിക്കറ്റ് പോലെ നോമ്പ് ആയിത്തീരുകയാണ്. ഇങ്ങനെ ആയിത്തീരുന്നിടത്താണ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം ഉപഭോഗ സംസ്കാരത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നമ്മളെല്ലാം നമ്മെ നയിക്കുന്നത് നമ്മൾ ഏത് ആഹാരം കഴിക്കണമെന്നും ഏത് ഡ്രസ്സ് ധരിക്കണമെന്നും ഏത് ബ്രഷ് കൊണ്ട് പല്ല് തേക്കണമെന്നും നമ്മുടെ മക്കൾ ഏത് രൂപത്തിലുള്ള വസ്ത്രമാണ് അണിയേണ്ടതൊക്കെ തീരുമാനിക്കുന്ന രാജ്യത്തെ പരസ്യക്കമ്പനികളാണ്. വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും ഇന്നതാവണം എന്ന് നമ്മുടെ മക്കൾ ആവശ്യപ്പെടുന്നതിന്റെ കാരണം അവരെ എല്ലാവരെയും നിയന്ത്രിക്കുന്നത് ആ കൂട്ടത്തിൽ നമ്മളിങ്ങനെ ഒഴുകുകയാണ്. ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും അനാവശ്യങ്ങളും ഒക്കെ വേർതിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിപ്പോവുകയാണ്. അങ്ങനെ നീങ്ങിപ്പോകുമ്പോൾ ജീവിതത്തിൽ മനുഷ്യർ അനുഭവിക്കുന്ന ഒരു സുഖ ജീവിതത്തിന്റെ ഒരു അവസ്ഥ വരുന്നുണ്ട്. ഈ ലക്കത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു മാസികയിൽ ഒരാൾ സങ്കടത്തോടു കൂടി ചെന്നുകൊണ്ട് ഒരു പണ്ഡിതനോട് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ വെച്ചാൽ 50 കഴിഞ്ഞ ഒരു മനുഷ്യൻ തന്റെ തെറ്റുകളുടെ പാപഭാരം നിമിത്തം മനസ്സ് മരവിച്ചു പോയിട്ട് പണ്ഡിതന്റെ അടുത്ത് പഴയ ഭാഷയെ പറഞ്ഞ കുംഭസാരത്തിന് വകുപ്പുകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ച് ചെല്ലുകയാണ്. എന്താ ചെല്ലുന്ന കാര്യങ്ങൾ? ജീവിതത്തിന്റെ ആരംഭദശയിൽ ഭാര്യയും ഉമ്മയും അദ്ദേഹവും കൂടി ജീവിക്കുന്ന സമയത്ത് ഭാര്യയും ഉമ്മയും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നമുണ്ടായപ്പോൾ അദ്ദേഹം ഭാര്യയുടെ പക്ഷം ചേരുകയും ഉമ്മയ്ക്ക് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാൻ കഴിയാതിരിക്കുകയും അങ്ങനെ ഭാര്യയെയും കൂട്ടി വാടക വീട്ടിലേക്ക് അദ്ദേഹം നീങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞു. പിന്നെ ആ വഴിക്ക് അവൻ തിരിഞ്ഞു വന്നില്ല. ഉമ്മ ആരോരുമില്ലാതെ 2 മാസം കഴിഞ്ഞ് വീട്ടിൽ മരിച്ച് ആളുകൾ അറിയാതെ അതിന്റെ വാസന പൊന്തിയപ്പോഴാണ് അയൽവാസികൾ അറിയുന്നത്. അങ്ങനെ അയൽവാസികൾ അറിഞ്ഞപ്പോൾ അയൽവാസികൾ ചെന്ന് പറയാൻ ഉമ്മ മരിച്ചിട്ടുണ്ട്, 2-3 ദിവസമായി തോന്നുന്നുണ്ട് മയ്യത്ത് വാസനിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ അവൻ കാണുന്ന കാഴ്ച, താൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ താൻ എടുക്കാൻ മറന്നുപോയ വസ്ത്രം തന്റെ ഉമ്മ മാറത്ത് വെച്ചുകൊണ്ടാണ് ഉമ്മ മരിച്ചു പോയത് എന്നാ. സ്വന്തം മകന്റെ വസ്ത്രം മാറത്ത് വെച്ചിട്ട് ആ മാറത്ത് വെച്ച മകന്റെ ആ വസ്ത്രം ഇങ്ങനെ കാണുമ്പോഴാണ് ഇവൻ കയറി ചെല്ലുന്നത്. പക്ഷെ അന്നും അവന് ചിന്തിക്കാൻ കഴിയില്ല. അവനിപ്പൊ കയറിച്ചത് 50 വയസ്സായതിനു ശേഷം. 50 വയസ്സായതിനു ശേഷം അവൻ ചിന്തിക്കുന്നത് എന്റെ ഉമ്മാക്ക് അന്നൊരു വെള്ളം കൊടുക്കാൻ ഞാൻ ഉണ്ടായില്ലല്ലോ, എന്റെ ഉമ്മയോട് ആ സമയത്തുള്ളൊരു ചാപല്യത്തിന്റെ പേരിൽ ഞാൻ ഇറങ്ങി പുറപ്പെട്ടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഇന്ന് മനുഷ്യൻ നിൽക്കുന്ന സംഗതി ഇന്നിന്റെ സുഖമാണ് ആളുകളുടെ മുമ്പിലുള്ളത്. ആ ഇന്നിന്റെ സുഖത്തിന്റെ മുമ്പിൽ എന്തും ത്യജിക്കുക, അവിടെ മൂല്യവും മതപരമായ ചിട്ടകളും ശിക്ഷണങ്ങളും ഒക്കെ വിലയില്ലാത്തൊരു സമൂഹമായി മാറുകയാണ്. അവിടെയാണ് ഖുർആനിന്റെ അധ്യാപനത്തിലേക്ക് ഈ ആസക്തിയുടെ ലോകത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഈ നോമ്പ് നമ്മെ പാകപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ പാകപ്പെടുത്തിയെടുക്കുമ്പോൾ എന്താ കാര്യങ്ങൾ, അത് കൃത്യവും നിത്യവുമായി തീരും. കൃത്യവും നിത്യവുമായി തീരും എന്ന് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും വാക്ക് അമിതമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ വാക്ക് ഉപയോഗിച്ചു പോയല്ലോ എന്നുള്ളതിന്റെ വിഷമമുണ്ടായിത്തീരും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, റബിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഖിദ്മ ചെയ്ത് കഴിഞ്ഞുകൂടിയ മനുഷ്യനാ റബിയ. അദ്ദേഹം നബിയുടെ ചെരുപ്പ് വരെ എടുത്ത് നബിയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ചെയ്തു കൊടുക്കുന്ന റബിയ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അല്പം ഈത്തപ്പനത്തോട്ടം പതിച്ചു കൊടുത്തു. അത് സിദ്ദീഖുൽ അക്ബറിന്റെ തോട്ടത്തിന്റെ അടുത്തായിരുന്നു. അങ്ങനെ ആ സമയത്താണ് അല്പം നല്ല കായ നിറഞ്ഞു നിൽക്കുന്ന അതിർത്തിയിൽ നിൽക്കുന്ന ഒരു ഈത്തപ്പന മരം ആരുടേതാണ് എന്നൊരു സംശയമുണ്ടായി. സിദ്ദീഖുൽ അക്ബറിന് തോന്നി അത് മൂപ്പരുടെ എസ്റ്റേറ്റിൽപ്പെട്ടതാണ്, റബിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പറമ്പിൽപ്പെട്ടതാണ്. അങ്ങനെ അതിന്റെ പേരിൽ 1-2 വർത്തമാനം പറഞ്ഞ് അല്പം അത് അതിര് കടന്നുപോയി. അതിര് കടന്നു പോയപ്പോഴാണ് സിദ്ദീഖുൽ ഉദ്രനെ തോന്നാത്ത ഞാൻ പറയാം, എത്ര ആളുകൾക്ക് ജീവിക്കാൻ വേണ്ട ആശ്വാസം ചെയ്തു കൊടുത്തവനാ ഞാൻ. ഇനിയിപ്പോ ഈത്തപ്പന മരത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തോട് ഇങ്ങനെ പറയേണ്ടതുണ്ടായിരുന്നോ? ഏതായാലും പറഞ്ഞത് മോശമായിപ്പോയി എന്നൊരു തോന്നലുണ്ടായി. ഉടനെ റബിയ, നിങ്ങൾ അതുപോലെ എന്നെ തിരിച്ചു പറ, ഞാനൊരു വാക്ക്, ഒരു വികാരപരമായ ഒരു വാക്ക് ഉപയോഗിച്ചു പോയി, ആ വാക്കിന് പ്രയാക്ഷിത്തം എന്താ, നിങ്ങൾ അതുപോലെ എന്നോട് തിരിച്ചു പറയണം. റബിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഞാൻ തിരിച്ചു പറയില്ല.
നിങ്ങൾ അങ്ങനെ വികാര വിക്ഷോഭത്തിന്റെ പേരിൽ പറഞ്ഞതാണെങ്കിൽ പോലും ഞാൻ തിരിച്ചു പറയില്ല. ഉടനെ സിദ്ദീഖുൽ അക്ബർ പറയുമെങ്കിൽ ഞാൻ നബിയോട് നിങ്ങളെക്കുറിച്ച് പരാതി പറയും. അപ്പൊ ആളുകൾക്ക് ഈ ശബ്ദം കേട്ട് ഓടിക്കൂടി ആളുകൾ പറഞ്ഞു, ഇതെന്തൊരു തമാശയാ, ചീത്ത പറയുന്ന ഇദ്ദേഹം, ചീത്ത പറഞ്ഞതിന് ശേഷം നബിയോട് പരാതി പറയുന്ന ഇദ്ദേഹം, ഇങ്ങനെ ഉണ്ടാവും ഒരു സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ ചെന്ന് പറഞ്ഞു, നബിയെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്കൊരു വികാരത്തിന്റെ പേരിൽ ഞാൻ ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചു പോയി, ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ ഉപയോഗിച്ചു പോയി. അതാ വരുന്നു റബിയ നബിയുടെ സാസിലേക്ക്. എന്താ റബിയ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ? ഒരു പ്രശ്നമില്ല നബിയെ. അതുപോലെ പറയണം എന്നാണ് സിദ്ദീഖുൽ അക്ബർ പറയുന്നത്, ഞാൻ പറയില്ല എന്നും പറയുന്നു. ശരി, പിന്നെ എന്താ നിങ്ങൾ പറയുന്നത്? ഞാൻ പറയുന്ന വാക്ക് ഖദ് ഗഫറ അല്ലാഹു ലക യാ അബൂബക്കർ, അബൂബക്കറെ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. നിങ്ങൾ അങ്ങനെ വാക്ക് ഉപയോഗിച്ചതിന്, നിങ്ങൾ അങ്ങനെ വികാരത്തിന്റെ പേരിൽ വാക്ക് പറഞ്ഞതിന് എനിക്ക് പറയാനുള്ള മറുപടി അള്ളാഹു താങ്കൾക്ക് പുറത്തു തരട്ടെ ഒരു വാക്ക് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കരഞ്ഞുകൊണ്ട് ആ സിദ്ദീഖുൽ അക്ബർ ആ സദസ്സിൽ നിന്ന് തിരിഞ്ഞ് റബ്ബേ, എന്റെ നാവിൽ നിന്ന് അത്തരം ഒരു വാക്ക് വന്നുപോയല്ലോ എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ നോമ്പിനെ കുറിച്ച് പഠിച്ചിടത്ത് മുങ്ങിക്കുളിച്ചാലും സുഗന്ധം ഉപയോഗിച്ചാലും ബ്രഷ് ഉപയോഗിച്ചാലും നോമ്പ് മുറിയോന്ന് ഫുഖാക്കൾ പേജ് കണക്കിന് ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇതിലൊന്നും നോമ്പിനെ ബാധിക്കില്ലെങ്കിൽ പോലും ആളുകളുടെ മനസ്സിൽ വസ്വാസികൾ നീങ്ങിപ്പോവില്ല. ഉച്ചയ്ക്ക് ശേഷം ചൂടുകൊണ്ട് കുളിക്കാൻ പറ്റുമോ, ബ്രഷ് ചെയ്യാൻ പറ്റുമോ, സുഗന്ധം ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ആളുകൾക്ക് ചർച്ചയുണ്ട്. പക്ഷേ ഈബത്തും നമീമത്തും പറഞ്ഞാൽ നോമ്പ് മുറിയും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാക്ക്, അനാവശ്യമായ വാക്കും അനാവശ്യമായ പ്രവർത്തനങ്ങളും ചെയ്താൽ നോമ്പില്ലെന്ന് റസൂലുള്ള പഠിപ്പിച്ചു. പക്ഷെ അത് മാത്രം നമുക്ക് ഇല്ലാതായി പോകുന്നു. നമുക്ക് പറയാൻ കഴിയും, എന്റെ നാവ് കൊണ്ട് ഒരു വാക്ക്, പടച്ചവൻ ഇഷ്ടപ്പെടാത്തൊരു വാക്ക് ഉച്ചരിക്കാൻ ഞാനിതാ എന്റെ നാവിനെ നിയന്ത്രണം ശീലിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു വാക്ക് എന്റെ നാവിൽ നിന്ന് വന്നില്ല. നമ്മൾ പറയല്ലോ, നമ്മൾ ചിലപ്പോ പറയാൻ, ഞാൻ ഈ പറയുന്ന വാക്ക് ഉണ്ടെങ്കിലും പറയും, അതോടുകൂടി അത് ക്ലീൻ ആയി എന്നാണ് നമ്മളെ ഒപ്പ്. അവന് ഇവിടെ ഉണ്ടെങ്കിലും ഞാനത് പറയും. അപ്പൊ ആളുകൾ അറിയാ, എന്നാ പിന്നെ അവൻ പറയുന്ന കാര്യം തന്നെയാ. ചിലപ്പോ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഞാനേ ദേഷ്യം പിടിച്ച പിന്നൊന്നും ബാക്കി വെച്ചില്ല, പറയാനൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്, ഇനി ഒന്നും ഞാൻ ബാക്കി വെച്ചില്ല. എന്താണ് ആ പറഞ്ഞതിന്റെ ഒക്കെ ആശയം എന്ന് ആലോചിച്ച് നോക്കള്. ഇനി ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയല്ലോ, അനക്കിന്റെ തനി സ്വഭാവം അറിയില്ലട്ടോ, അനക്കിന്റെ തനി സ്വഭാവം അറിയില്ല എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ? അപ്പൊ ആള് ഇത് ജാടയാണ്, ഈ കാട്ടിക്കൂട്ടിലൊക്കെ പുറംപൂച്ചുകളാണ്. അയാളുടെ ഉള്ളിൽ ഇപ്പോഴും ഈ സമയം വരെയും നന്നാവാതെ മൃഗീയതയുടെ തലകുത്തി നിൽക്കുന്ന അവസ്ഥകളുണ്ട് മനസ്സിൽ. യാഥാർത്ഥ്യങ്ങൾ ഒന്നും അഭിനയങ്ങൾ വേറൊന്നുമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പ്രച്ഛന്ന വേഷം ഒരു കലയാണല്ലോ നമ്മുടെ നാട്ടിൽ. സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ പ്രച്ഛന്ന വേഷം ഒരു കലയാണ്. കാരണം കുട്ടികൾ ഏത് വേഷം കെട്ടി അഭിനയിക്കുക, യാചകന്റെയും കോടീശ്വരന്റെയും ഒക്കെ വേഷം കെട്ടി അഭിനയിക്കുക, ഏറ്റവും നന്നായി ആ കഥാപാത്ര നീതി പുലർത്തിയവർക്ക് സമ്മാനമുണ്ടാകും. മനുഷ്യന് മാത്രം കഴിയുന്ന ഒരു കലയാണത്. ഒരു ജീവിയും അഭിനയിക്കാറില്ല. അതിനെന്താണോ തോന്നിയത് അത് അതുപോലെ പ്രവർത്തിക്കും. എനിക്ക് എൻ്റെ മനസ്സിൽ ഒരാളോട് 100% വിദ്വേഷമുണ്ടെങ്കിലും അദ്ദേഹത്തോട് സ്നേഹം നടിക്കാനും അദ്ദേഹത്തോട് സൗഹാർദ്ദം പ്രകടിപ്പിക്കാനും സാധിക്കും. പക്ഷെ എൻ്റെ മനസ്സെന്താണ്? ആ മനസ്സിന്റെ മാറ്റമാണ് ജീവിതത്തിന്റെ തുടർക്കാല മേഖലകളിൽ വെളിച്ചം വീശുന്നത്. അങ്ങനെയാകുമ്പോഴെന്താ നിങ്ങൾ ആ സംസ്കരണത്തിലൂടെ സ്ഫുടം ചെയ്തെടുക്കുമ്പോൾ ആ മനുഷ്യരിൽ എല്ലാ സമയത്തും അത് നിലനിൽക്കുന്ന ഒന്നായിത്തീരും. എങ്ങനെയായിരിക്കണം അത് സ്ഫുടം ചെയ്തെടുക്കേണ്ടത്? സ്ഫുടം ചെയ്ത് ഖുർആനിൽ നിന്നായിരിക്കണം. അതാ ഞാൻ ഓതി വെച്ച വചനം. അതാ എങ്ങനെ സ്ഫുടം ചെയ്തെടുക്കേണ്ട ഖുർആൻ നാം ശിഫാഉൽ ലിമാ ഫി സുദൂർ, ഹൃദയങ്ങളുടെ എല്ലാത്തരം രോഗങ്ങൾക്കും ശമനമാണ് ഈ ഖുർആൻ. പടച്ചറബ്ബ് അവതരിപ്പിച്ച ഖുർആൻ എല്ലാ തരത്തിലുള്ള ഹൃദയ രോഗങ്ങൾ എന്ന് പറഞ്ഞ നിഫാഖിന്റെയും കാപ്പട്യത്തിന്റെയും കുശുംബിന്റെയും ഏശനുടെയും പകയുടെയും വിദ്വേഷത്തിന്റെയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യന്റെ മനസ്സുകളെ ശുദ്ധീകരിക്കാനുള്ള വഴി ഖുർആന്റെ പഠനത്തിലൂടെ ജീവിതത്തെ ക്രമീകരിക്കലാണ്. ആ ഖുർആന്റെ പഠനത്തിലൂടെ ക്രമീകരിക്കുമ്പോൾ എന്താ കാര്യങ്ങൾ അത് നിലനിൽക്കും. ഇങ്ങനെയാണ് നിലനിൽക്കുന്നത്. ഇപ്പൊ ഇംഗ്ലീഷിൽ ഒരു പരിഭാഷ പിക്താൾ, മർമടി പിക്താൾ, അദ്ദേഹം ഖുർആന് ക്രിസ്ത്യാനി എഴുതുന്ന ആ മനുഷ്യൻ വീട്ടിലിങ്ങനെ ഭക്ഷണം കഴിച്ചിങ്ങനെ വിഷമിച്ച ചാരുകസേരയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനെ വയസ്സ് ചെന്ന ഒരു കിളവനിങ്ങനെ തല്ലുന്ന രംഗം കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ തല്ലിയിട്ട് ഈ ചെറുപ്പക്കാരൻ തിരിച്ചു തല്ലുന്നില്ല. തിരിച്ച് തല്ലാത്തപ്പോൾ
അയാൾ ആ ചെറുപ്പക്കാരെ വിളിച്ച് ചോദിച്ചു, അല്ല ചെറുപ്പക്കാരെ, എന്താ വയസ്സ് നിങ്ങളെങ്ങനെ തല്ലിയിട്ട് നിങ്ങളെന്താ തിരിച്ചു തല്ലാത്തത്? ആ ചെറുപ്പക്കാരൻ പറയുന്നൊരു മറുപടി ഉണ്ട്, ഞാൻ അയാൾക്ക് കുറച്ച് കാശ് കൊടുക്കാണ്ടായിരുന്നു, പറഞ്ഞ ഡേറ്റിനും അവധിക്കും കൊടുക്കാൻ കഴിയാത്ത കൊണ്ട് അയാൾ എന്നെ തല്ലുന്നത്. എന്നാ നിങ്ങൾക്ക് തിരിച്ചൊന്ന് കൊടുത്തുകൂടെ അയാളെ? എന്നാ പിന്നെ ഈ കടം ചോദിക്കാൻ കക്ഷി ബാക്കിയുണ്ടാവില്ലല്ലോ എന്ന അർത്ഥത്തിൽ ആ ചോദ്യം. അതിന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി, ഒരു തെറ്റ് തന്നെ അയാൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി രണ്ടാമതൊരു തെറ്റ് കൂടി ഞാൻ ചെയ്യണോ? എന്താ രണ്ടാമതൊരു തെറ്റ്? സ്വന്തം ശരീരത്തിൽ വേദനയുടെ പ്രഹരമേറ്റിട്ടും പ്രായം ചെന്നവരെ ബഹുമാനിക്കണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. പ്രായം ചെന്നവരെ ബഹുമാനിക്കണം എന്ന് റസൂലുള്ള പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാ ഞാൻ അയാളെ തിരിച്ചൊന്നും ചെയ്യാത്തത്. അതിങ്ങനെ കേൾക്കുമ്പോൾ പിക്താൾ ചിന്തിക്കുക, അത് ശരി, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ മുഹമ്മദ് നബി പ്രായം ചെന്നവരെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ നൂറ്റാണ്ടിലും ശരീരത്തിൽ അടിയേറ്റിട്ട് ആ പൊളയുന്ന അടി കൊണ്ടിട്ട് തിരിച്ചടിക്കാതെ ആ പ്രായം ചെന്ന ആ മനുഷ്യൻ ആദരിക്കുന്നത് ഈ ആദർശത്തിന്റെ പേരിലാണെങ്കിൽ എന്തുകൊണ്ട് എനിക്കത് പഠിച്ചുകൂടാ? അങ്ങനെ അദ്ദേഹം മറുപടി പിക്താളായി മുഹമ്മദ് പിക്താളായി മാറുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് എന്താ അറിയാം, ഖുർആനിലൂടെയാണ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതെങ്കിൽ, ഖുർആനാണ് നമ്മുടെ ജീവിതത്തെ സഫലമാക്കുന്നതെങ്കിൽ ആ വെളിച്ചം നിലനിൽക്കും. അതാരെയും ബോധ്യപ്പെടുത്താനും ആരുടെ മുമ്പിലും അഭിനയിക്കാനും കാട്ടിക്കൂട്ടലുകൾക്ക് അപ്പുറത്ത് നിത്യവസന്തങ്ങളുടെ ഒരു പ്രതീകമായി ജീവിക്കാനും സാധിക്കും. അദ്ദേഹത്തെ അത് പ്രേരിപ്പിച്ചുവെങ്കിൽ ഹസൻ ബസ്രിയെ കുറിച്ച് കേൾക്കാത്തവർ ആരാ ഇസ്ലാമിന്റെ ചരിത്രത്തിലുള്ളത്? ആ ഹസൻ ബസ്രി അദ്ദേഹത്തിന് ഒരു അയൽവാസി ഉണ്ടായിരുന്നു, ജൂതനായ അയൽവാസി. അദ്ദേഹം ഹസൻ ബസ്രി സുഖമില്ലാതായപ്പോൾ ഈ ജൂതൻ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെല്ലുന്നുണ്ട്. അപ്പൊ തന്റെ വീട്ടിൽ വരുന്ന ബാത്റൂമിലെ വേസ്റ്റ് വെള്ളം ഹസൻ ബസ്രിയുടെ വീടിന്റെ മുറ്റത്ത് തലം കെട്ടി ഈച്ചയാർത്ത് മലിനമായിരിക്കുന്നു. ഇത് കണ്ടപ്പോ ഇദ്ദേഹം ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഈ ശല്യം എന്നുണ്ടായതാ? നമ്മളിപ്പോ ഇന്നത്തെ ബാത്റൂം സിസ്റ്റത്തെ കുറിച്ച് സങ്കല്പിക്കേണ്ട. ഇന്നത്തെ ബാത്റൂം എന്ന് പറഞ്ഞാൽ ഉറുമ്പ് പോലും വഴുതി വീഴുന്ന അത്രയും മിനുസവും. വീടൊക്കെ നമ്മൾ കാണാൻ ചെന്നാൽ ആകെപ്പോ വീട് കാണലുകൾ ആലോചിച്ച് രണ്ട് സ്ഥലമാണ്, ഒന്ന് ബാത്റൂമും ഒന്ന് അടുക്കളയാ. അപ്പൊ പോയി നോക്കൽ. ബെഡ്റൂം ആരും കാണില്ല, കാരണം ബെഡ്റൂം വളരെ വിശാലമായി ഒന്നുമില്ലാതിൽ. ഹൗസ് വാമിങ്ങിനൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന ഒന്ന് ബാത്റൂമാണ്, അതിൽ ഒട്ടിച്ച ടൈൽസ്, അതിന്റെ മിനുസം, അതിന്റെ സൗകര്യങ്ങൾ. അതാ മൻഫലൂത്തി പറയുന്ന ഉറുമ്പ് പോലും വഴുതി വീഴും പോലത്തെ ബാത്റൂമിൽ നിന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ രൂപത്തിലെ ബാത്റൂമിനെ കുറിച്ച് കാണുന്നത് പഴയ ഈത്തപ്പനയുടെ തടിയുടെ ചവറ് എടുത്തു കളഞ്ഞിട്ട് അതിലൂടെ ഉണ്ടാക്കി എടുത്ത പാത്തി, അതാ അന്നത്തെ പിന്നത്തെ PVC-യും GI പൈപ്പുകളൊന്നും കാണേണ്ടതില്ല, അത് പൊട്ടിയിട്ടാ വെള്ളമൊലിക്കുന്നത്. അപ്പൊ ചോദിച്ചു, എന്തേ ഇത്, എന്നാ നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങിയത്? വർഷങ്ങളായി. എന്നിട്ട് എന്തേ? എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് കൊണ്ട് ചിന്താൻ ആളില്ലാത്തത് കൊണ്ടാണ് ഇത് മലിനമായി കിടക്കുന്നത്. ആ രംഗം കണ്ടപ്പോൾ ആ കഴുത്തിലെ സിന്നാറ് പൊട്ടിച്ചിട്ട് ആ ജൂതൻ മുസ്ലിം ആകുന്നത്. ഇങ്ങനത്തെ മനുഷ്യന്മാർ ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തിന് ഞാൻ ആ മതത്തിൽ പോവാതിരിക്കണം? എന്താണ് ഇനി ആ മതത്തിലേക്ക് വരാൻ എനിക്ക് തടസ്സമാകുന്നത്? അവിടെയാണ് നിത്യവസന്തം എന്ന് സൂചിപ്പിക്കുന്നത്. ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ ബിദായ വനിഹായിൽ സംഭവം ധരിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയിൽ ഭൂമിക്ക് വില കൂടുതലുള്ള സംഭവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു ജൂതൻ നാട്ടിൽ നടപ്പില്ലാത്ത രൂപത്തിൽ ഭൂമിക്ക് വില പറഞ്ഞു. നാട്ടിലെ ഓരോ ഭൂമിക്കുണ്ടല്ലോ, NH-ന്റെ വക്കിലാണെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ നാട്ടുമ്പുറത്താണെങ്കിൽ ഇങ്ങനെ, ലോറി പോകുന്നിടത്താണെങ്കിൽ ഇങ്ങനെ, നടവഴിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഭൂമിക്കൊരു വിലയുണ്ട്. ആ വിലയിൽ കൂടുതലൊരു വില പറഞ്ഞു ഭൂമിക്ക്. അപ്പൊ ജൂതനെ ആളുകൾ കോടതിയിൽ ഹാജരാക്കി നിലവാരമില്ലാത്ത വില പറഞ്ഞതിന്. ജഡ്ജി ചോദിച്ചു, നിങ്ങൾ പറഞ്ഞത് ശരിയാണോ? ആ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം ചോദിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, അതിന്റെ ചുറ്റും മുസ്ലിങ്ങളാ താമസിക്കുന്നത് എന്നാണ്. എന്റെ വീടിന്റെ ചുറ്റും മുസ്ലിങ്ങളാ താമസിക്കുന്നത്. അപ്പൊ കോടതി പറഞ്ഞു, എങ്കിൽ അതിന് ആ വില കൊടുക്കേണ്ടി വരും എന്നാണ്. കാരണം അവിടെ പ്രശ്നങ്ങളില്ല, അവിടെ അലോസരങ്ങളില്ല, അതിർതർക്കങ്ങളില്ല, പട്ടിണി കിടക്കേണ്ടി വരില്ല, സ്വസ്ഥമായി സ്വച്ഛമായി ജീവിക്കാൻ കഴിയുന്ന ചുറ്റുപാടുകൾ ഉണ്ടാകും അവിടെ താമസിച്ചാൽ. ആലോചിച്ച് നോക്കൂ, നോമ്പ് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ടല്ലോ. എന്ത്? വിശപ്പ്. എല്ലാ മനുഷ്യരെയും പഠിപ്പിക്കുന്ന ഒന്നുണ്ട്, വിശപ്പ്. എന്നും വിശപ്പുമായി ഇഴകിച്ചേർന്ന മനുഷ്യരുണ്ട് നാട്ടിൽ. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ, അതുപോലെ തന്നെ ദുരിതങ്ങളുടെ, കഷ്ടപ്പാടുകളുടെ അവസ്ഥയിൽ ജീവിതം തള്ളി നീക്കുന്നവരുണ്ട്. ആ മനുഷ്യരെ കുറിച്ച് ഒരാലോചനക്ക് സന്നദ്ധമാകാറുണ്ടോ? ഇമാം വാഖിദി
ഹിജറ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയൊരു പണ്ഡിതനായിരുന്നു, പണക്കാരനും പണ്ഡിതനുമായ മനുഷ്യൻ. സാധാരണ ഒരു കാലത്തും അങ്ങനെ ഉണ്ടാവാറില്ല. പണമുള്ളവർക്ക് പാണ്ഡിത്യം ഉണ്ടാവാറില്ല, പാണ്ഡിത്യമുള്ളവർക്ക് പണം ഉണ്ടാവാറില്ല. പക്ഷേ രണ്ടും ഒത്തിറങ്ങിയ ഒരു മനുഷ്യനായിരുന്നു ഇമാം വാഖിദി. പക്ഷേ സാമ്പത്തികമായ അടിക്കടി പരീക്ഷകൾ വന്നു. പരീക്ഷകൾ വന്നപ്പോൾ ഒരു പെരുന്നാൾ സമാഗതമായപ്പോൾ ഭാര്യ പറഞ്ഞു, ഈദ്ഗാഹിലേക്ക് നമ്മുടെ മക്കൾ പോകുമ്പോൾ വാഖിദിന്റെ മക്കളാണല്ലോ എന്ന് ആളുകൾ പറയുമ്പോൾ അതൊരു കുറച്ചിലാണ്. അത് നിങ്ങൾ കൂട്ടുകാരോട് വായ്പ വാങ്ങിയിട്ടെങ്കിലും നല്ലൊരു ഡ്രസ്സ് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കണം. നമ്മുടെ ആഹാരവും വീട്ടിലെ സൗകര്യങ്ങളും ആരും അറിയില്ല. പക്ഷെ വാഖിദിന്റെ മക്കൾ ഇക്കോലത്തിലായല്ലോ എന്ന് ആളുകൾ അറിയുമ്പോൾ അതൊരു മാനക്കേടിന്റെ പ്രശ്നമാണ്. ഭാര്യ പറയുമ്പോൾ ഇമാം വാഖിദി തന്റെ കൂട്ടുകാരന് കത്തെഴുതുന്നുണ്ട്, സുഹൃത്തെ, ഞാനിപ്പോൾ അല്പം പ്രയാസത്തിലാണ്, നിങ്ങൾ അല്പം പണം തന്ന് സഹായിക്കണം, ഞാൻ നിങ്ങൾക്കത് പിന്നെ ചെയ്ത് വീട്ടിത്തരും. ഈ കത്ത് കിട്ടി കാശ് കൈപ്പറ്റിയപ്പോഴാ ഇതിനേക്കാൾ ദയനീയമായ അവസ്ഥയുമായി ഒരാള് ഇമാം വാഖിദിക്ക് കത്തെഴുതുന്നത്. ഹോസ്പിറ്റൽ വരാന്തയിൽ കഞ്ഞിക്കലവുമായി കഞ്ഞിപ്പാത്രവുമായി മല്ലടിക്കുന്ന, ഹോസ്പിറ്റൽ ചുറ്റിക്കറങ്ങുന്ന ഒരു ഗൃഹനാഥന്റെ ദയനീയമായ ചിത്രം. അദ്ദേഹം ഈ കാശ് അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ്. എന്താ പ്രശ്നം? പ്രശ്നം എനിക്ക് ഈദ്ഗാഹിലേക്ക് പോകാൻ പുതിയ വസ്ത്രങ്ങളില്ല എന്നുള്ളതാ പ്രശ്നം. പക്ഷെ അതിനേക്കാൾ ആവശ്യം അപരൻ്റെതാണെങ്കിൽ അവിടെയാണ് സ്വന്തം ആവശ്യങ്ങൾ. നമ്മൾ റിലീഫുകൾ നടത്തുന്നുണ്ട്, നമ്മളെമ്പാടും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ആ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണോ, അതൊരു വഴിപാട് പോലെയാണോ നടത്തുന്നത്? സാധാരണ തമാശയായി പറയാറുണ്ട്, പിരിവിന് ചെന്നപ്പോൾ റമളാൻ കളക്ഷന് വേണ്ടി ഒരാൾ ചെന്നപ്പോൾ ചോദിച്ചു പോലും, അല്ല നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം തന്നിരുന്നോ? ഇല്ല, കഴിഞ്ഞ കൊല്ലം തന്നിട്ടില്ല, ഞങ്ങൾ പുതിയ മദ്രസയാണ്, ഇക്കൊല്ലം തുടങ്ങിയതാ, കഴിഞ്ഞ കൊല്ലം ഇല്ല. ആ പുതിയതൊന്നും തുടങ്ങാൻ കഴിയില്ല, കഴിഞ്ഞ കൊല്ലം കൊടുത്തതൊക്കെ ഇക്കൊല്ലാണ്ട് ഒപ്പിച്ച് പോവാണ്, വളരെ മോശ സംഗതി, അതുകൊണ്ടില്ല എന്ന് പറഞ്ഞോളൂ. അപ്പൊ ഈ പിരിവിന് ചെന്ന ആൾ തമാശയെ പറഞ്ഞു, ഞങ്ങൾ തരണ്ട, 25 ഉറുപ്പിക എഴുതിക്കോളി എന്ന് പറഞ്ഞു. എന്നാ അടുത്ത കൊല്ലം വരുമ്പോ കിട്ടുമല്ലോ, അടുത്ത കൊല്ലം വരുമ്പോൾ എത്ര കഴിഞ്ഞല്ലോ? കഴിഞ്ഞാൽ 25 ഉണ്ട്, എന്നാ പിന്നെ 25 കൊണ്ടേക്കോ എന്ന് പറയും. അല്ലെങ്കിൽ തരില്ല, നിങ്ങൾ എഴുതിയ റെസിപ്റ്റ് ക്യാൻസൽ ആക്കിയാൽ മതിയല്ലോ, പിന്നെ കമ്മിറ്റി കൂടി റെസിപ്റ്റ് ക്യാൻസൽ ആക്കാൻ, ഒന്ന് കുറ്റി 25 തല്ല, വേറെ ചെയ്യാൻ പറ്റൂ? അതായത് എന്റെ നിയമത്തുകൾ നോക്കിയിട്ടും അവസ്ഥകൾ നോക്കിയിട്ടുമാണോ ഞാൻ ചെലവഴിക്കുന്നത്? ഇവിടെ ആവശ്യങ്ങൾ എമ്പാടുമുണ്ട്, പ്രയാസങ്ങൾ എമ്പാടുമുണ്ട്. പക്ഷേ അപരന്റെ ആവശ്യങ്ങളെ എന്റെ ആവശ്യമായി പരിഗണിക്കാൻ ഈ നോമ്പ് നമ്മെ പര്യാപ്തമാക്കുന്നുണ്ടോ? ആലോചിക്കേണ്ട സംഗതി അവിടെയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു ശരീരം പോലെയാണ് മുസ്ലിം ഉമ്മത്തെന്ന്. ഒരവയവത്തിന് വേദനിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ശരീരവും പനിയും വേദനയുമായി ഉറക്കൊഴിക്കുന്ന പോലെ ഈ ഉമ്മത്തിൽപ്പെട്ട ഒരുത്തന് വേദനിക്കുമ്പോൾ അത് ഉമ്മത്തിന്റെ വേദനയായി തോന്നാൻ കഴിയണം. നമ്മൾ അവന്റെ പ്രശ്നമാണല്ലോ, നമ്മൾ അതാണ്ട് ഏറ്റെടുത്തേക്കുക, അത് നമ്മളാണ് ഭാഗിച്ചെടുത്തേക്കുക. അങ്ങനെ ഭാഗിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊരാശ്വാസം ഉണ്ടായിത്തീരും. അങ്ങനെ ആശ്വാസം ഉണ്ടായിത്തീരുമ്പോഴാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ടല്ലോ, ഒരു സത്യവിശ്വാസി ആരായിരിക്കണം? വാനലോകത്ത് പടർന്നു പന്തലിച്ച ശാഖോപശാഖകളുള്ള സീസണില്ലാതെ പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന താഴ്വേരുകൾ ഭൂമിയിലേക്ക് ആണ്ടുപോയ ഒരു വൃക്ഷസമാനമായിരിക്കണമെന്ന്. എന്താണ് ആ പറഞ്ഞത്? വെയിലത്ത് നടന്നു പോകുന്ന ഒരു മനുഷ്യന് ദൂരെ നിന്ന് പോലും ആ മരം കാണുമ്പോൾ അവിടെ ഒക്കെ ഒരു 10 മിനിറ്റ് ഇരിക്കാലോ. നല്ലൊരു ഇലച്ച് പന്തലിച്ച മരം കാണുന്നുണ്ട് അവിടുത്തെ സ്വസ്ഥമായ ഒരു 10 മിനിറ്റ് ഇരിക്കാൻ ആശ്വാസമാണ്. ആർക്കും അവിടെ കയറിയിരുന്ന് സ്വസ്ഥമായി പ്രകൃതിയുടെ കുളിരും തണുപ്പും ആസ്വദിക്കാം. ഇത് വിശ്വാസി എങ്ങനെയാ? അവിടെ ഒരു മുസ്ലിം ഉണ്ട്, അവിടെ ഒരു മോമിനുണ്ട്, അവിടെ എത്തിയാൽ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും, ആശ്വാസമുണ്ടാകും, ശാന്തി ഉണ്ടാകും, സമാധാനമുണ്ടാകും എന്ന് തോന്നിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥ ആലോചിച്ച് നോക്കുക. ഇനി അത് മാത്രാണോ ആ മരം കൊണ്ട് ധർമ്മം ആലോചിച്ച് നോക്കുക. ആരെന്തൊക്കെ കല്ലെടുത്തെറിഞ്ഞാലും പഴുത്ത മാമ്പഴം മാത്രമേ മാവ് വീഴ്ത്തിക്കൊടുക്കൂ. ആര് കല്ലെറിയുന്നത് പ്രശ്നമില്ല, ആരതിനെ ഏത് രൂപത്തിൽ ശല്യം ചെയ്യുന്നത് പ്രശ്നമില്ല, മറിച്ച് മാവ് വീഴ്ത്തിക്കൊടുക്കുന്നത് മാങ്ങ മാത്രമാണ്. അതുകൊണ്ട് കഴിഞ്ഞോ? ഇല്ല. 25 ഏക്കർ തെങ്ങിൻ തോട്ടമാണെങ്കിൽ ആ തെങ്ങിൻ തോപ്പിൽ ഒരു മാവുണ്ടെന്ന് വെക്കുക. ചുറ്റുപാടിലൊക്കെ തേങ്ങ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഞാൻ മാത്രം 4 മാങ്ങ ഉൽപ്പാദിപ്പിച്ചിട്ട് എന്താന്ന് ഒരു മാവും വിചാരിക്കാറില്ല. മാവിന്റെ സീസൺ ആയിക്കഴിഞ്ഞാൽ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്നു. നാടും നാട്ടുകാരും പരിസരത്തും എന്ത് നടക്കുന്നു എന്ന് അവന് പ്രശ്നമില്ല.
മറിച്ച് അവന്റെ പ്രശ്നം എൻ്റെ ഐഡന്റിറ്റി, എൻ്റെ വ്യക്തിത്വം, എൻ്റെ തനിമ, അത് ഞാൻ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ചുറ്റുപാട് എന്ത് നടന്നാലും അത് പ്രശ്നമല്ല. എൻ്റെ ആദർശം കളഞ്ഞു കുളിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നം എനിക്കില്ല. അവിടെയാണ് ഒരു വിശ്വാസി ഉയർന്നു നിൽക്കേണ്ടുന്ന സംഗതി. അവിടെയാണ് സമൂഹത്തിൽ അവൻ മാതൃകയാവണം, സമൂഹത്തിൽ അവൻ പ്രതീക്ഷാ നിർഭരമായ അവസ്ഥയിലായിത്തീരണം. അതോടൊപ്പം സമൂഹത്തിന് ഒഴുക്കിൽ ഒഴുകാതെ അവൻ നിൽക്കുന്ന ഒരു സ്റ്റാൻഡിൽ പിടിച്ചു നിൽക്കാനും ഖശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തുൻ, താഴ്വേരുകളുണ്ട് അവന്. പ്രതികൂല കാലാവസ്ഥകളിലും അനുകൂല കാലാവസ്ഥകളിലും അവന്റെ ആദർശം ജീവിക്കാനുള്ള കെൽപ്പ് അവൻ നേടിയെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ആ കെൽപ്പ് നേടിയെടുക്കുന്നത്? ആ കെൽപ്പ് നേടിയെടുക്കുന്ന ഖുർആൻ അവന്റെ മനസ്സിന് നൽകുന്ന വസന്തകാലം. നമ്മൾ പറയല്ലോ, ഖുർആൻ എന്റെ മനസ്സിന്റെ വസന്തമാക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ, റബിയ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ. എങ്ങനെയാ ഖുർആൻ ഹൃദയത്തിന്റെ വസന്തമാക്കാറുള്ളത്? ആ ഹൃദയത്തിന്റെ വസന്തമാക്കണമെങ്കിൽ ചെയ്യേണ്ടത് എന്താ കാര്യങ്ങൾ? അത് കൃത്യമായി പഠനത്തിലൂടെ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ആ പഠനത്തിലൂടെ രൂപപ്പെടുത്തിയെടുക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താ കാര്യങ്ങൾ? ഒരു പ്രസംഗത്തിന്റെ ആയുസ് ആ പ്രസംഗം തീരുന്നവരെയാ. ഒരു ഹുത്തുബയുടെ ആയുസ് ആ ഹുത്തുബ കഴിയുന്നവരെയാ. എന്താ ഇപ്പൊ ഞങ്ങളെ പള്ളിയിലെ ഹുത്തുബ എന്നറിയ ആളുകൾ പറയും, എന്താ ഇപ്പോഴത്തെ ഹുത്തുബ? പക്ഷെ എന്തേ ആ ഹുത്തുബ കഴിഞ്ഞിട്ട് എന്റെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഹുത്തുബ പറയും, എന്തേ ഇപ്പൊ പറഞ്ഞീനെ, അത് പൂർണ്ണമല്ല. നല്ല ഹുത്തുബയായിരുന്നു എന്ന് പറയാന്നല്ലാതെ എന്തായിരുന്നു ഹുത്തുബ അറിയില്ല. ഒരു ഖത്തീബ് നല്ലൊരു ഹുത്തുബ നടത്തിയിട്ട് പള്ളിയിൽ ആള് കൂടിയപ്പോൾ പള്ളിയുടെ ഭാരവാഹികൾ വിദേശത്തേക്ക് പിരിവിന് പോയി പോലും, ഞങ്ങളെ പള്ളിയിൽ ഇപ്പൊ നല്ല ആളുണ്ട്, അതുകൊണ്ട് അക്ഷര പൊക്കണം, ഒരു പിരിവാണെന്ന് പറഞ്ഞു. അപ്പോൾ വിദേശ രാജ്യത്തെ ഒരു കച്ചവടക്കാരൻ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ ഈ വെയിലും കൊണ്ട് ബുദ്ധിമുട്ടണം, ആ ഖത്തീബിനാണ് മാറ്റിക്കായെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കൂ, ഈ വെയിലും കൊണ്ട് ബുദ്ധിമുട്ടി നടക്കല്ലോ നിങ്ങൾ, ആ ഖത്തീബ് പോയ ആൾക്കാരോ ഇനി പള്ളി വീണ്ടും ബുദ്ധിമുട്ടാവില്ലേ? ഇവിടെയാണ് പ്രശ്നം. ഒരു വികാരപരമാണോ ഈ കൊണ്ട് നടക്കുന്നത്? ഒരു വികാരപരമാണോ ഈ അവസ്ഥ? അതല്ല, കൃത്യമായി മനസ്സുകൾ മാറ്റം വരുമ്പോൾ അനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിംകളിൽപ്പെട്ടവരാണ്, ആ മുസ്ലിംകളിൽപ്പെട്ടവരാണെന്ന് തോന്നുമ്പോൾ അള്ളാഹു, അതാണല്ലോ ഇഹ്സാൻ, റബ്ബ് എന്നെ കാണുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട് എന്ന ഒരു ബോധത്തിന്റെ അടിസ്ഥാനത്തിലാകുമ്പോഴെന്താ കാര്യങ്ങൾ? അവിടെ ആ മനസ്സിനെ ചലിപ്പിക്കുന്നത്. ആ ചലിപ്പിക്കുന്ന മനസ്സ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇങ്ങനെ ഇത്തികാഫ് ഇരിക്കുമ്പോൾ ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യൻ വിഷാദ മൂകനായി പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അയാളെ മുഖഭാവം വായിച്ചെടുത്തുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല നിങ്ങളെ കണ്ടിട്ട് എന്തോ ഒരു വിഷമമുള്ളമായി തോന്നുന്നുണ്ടല്ലോ, എന്താ നിങ്ങൾക്ക് ഒരു വിഷമം? വിഷമം ഒന്നുമില്ല, എന്നാലും നിങ്ങളൊക്കെ വിചാരിച്ചാൽ അത് ചിലപ്പോൾ തീർത്തു തരാൻ കഴിയുന്ന ഒരു വിഷമേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഹിദ്മ ചെയ്യാൻ എന്താ പ്രശ്നം? എന്താണ്? ഞാൻ ഒരാൾക്ക് കാശ് കൊടുക്കാണ്ടായിരുന്നു, ആ പറഞ്ഞ ഡേറ്റ് ഇന്ന സമയമായി, പക്ഷേ കാശ് കയ്യിൽ കിട്ടിയിട്ടില്ല. അയാളോട് അവധി നീട്ടിത്തരാൻ പറയാൻ, അല്പം കൂടി ക്ഷമിക്കാൻ, അല്പം കൂടി ആശ്വാസം തരാൻ പറയാൻ നിങ്ങളൊക്കെ പറഞ്ഞാൽ അയാൾ കേൾക്കും. കാരണം മറ്റൊരു കക്ഷി, മൂന്നാം കക്ഷി ഇടപെട്ടാണല്ലോ പറയുന്നത്. ശരി, നേരെ വരൂ, എങ്കിൽ നമുക്ക് പോകാം എന്ന് പറയാൻ കയ്യും പിടിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോ ചോദിച്ചു, അല്ല നിങ്ങൾ മറന്നുപോയോ? നിങ്ങൾ ഇത്തികാഫിലല്ലേ? ഇത്തികാഫിലിരിക്കുന്ന നിങ്ങൾ എങ്ങനെയാ ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോവാ? അപ്പോഴാ ഇബ്നു അബ്ബാസ്, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഞാൻ കേട്ടു, ഒരു മനുഷ്യന്റെ പ്രശ്നത്തിന് അവനോടൊപ്പം ഇറങ്ങിപ്പോകുന്ന സംഗതിയുടെ മഹത്വം അത് ഞാൻ കേട്ടിട്ടുണ്ട്, വരൂ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയാ. അതാ ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തസ്ബീഹിന്റെ ജപം ആരെയും കയ്യിൽ പിടിച്ചിങ്ങനെ ഇരിക്കുന്നതല്ല ആ വിശ്വാസം. ജീവിതത്തിന്റെ മേഖലയിൽ അവന്റെ ചുറ്റും വെളിച്ചം നൽകുക എന്നുള്ളതാണ്. ആ വെളിച്ചം എവിടെ നിന്ന് നൽകും? നൽകുന്നത് മനസ്സിൽ നിന്ന് പ്രഭ പരത്തണം. മനസ്സിൽ നിന്ന് പ്രഭ പരത്തിയില്ല എങ്കിൽ എന്താ നിങ്ങൾ സംഭവം ആ അവസ്ഥ നോമ്പ് കഴിയുന്നതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ ഉത്സവം കഴിഞ്ഞ പറമ്പ് പോലെ പള്ളികൾ ശൂന്യമാവും. ശവ്വാലിന്റെ മാസപ്പിറ വാനലോകത്ത് കണ്ടപ്പോൾ പള്ളിയിൽ നിന്ന് അനൗൺസ് ചെയ്ത് പോലും ഇന്ന സ്ഥലത്ത് മാസപ്പിറ കണ്ടതായി അറിയിക്കുന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ മുഅദ്ദിൻ പറഞ്ഞു പോലും നാളെയും സുബഹി ജമാഅത്ത് ഉണ്ടായിരിക്കുന്നതാണ്. അത് മൂപ്പരെ സ്വന്തം വകയാം. ഏത് ഇന്ന സ്ഥലത്ത് മാസപ്പിറ കണ്ടു എന്ന് അറിയിച്ചോടൊപ്പം മൂപ്പര് നാളെയും സുബഹി ജമാഅത്തുണ്ട്, അത് നീട്ടിവെച്ചിട്ടില്ല, അത് മാറിയിട്ടുമില്ല. പക്ഷെ എന്താ, പിന്നെ പെരുന്നാളിന്റെ ഒരുക്കത്തിനൊക്കെ പാടേത് സുബഹി ജമാഅത്ത് വരെ സുന്നത്തിന് വന്ന ആളുകൾ ചോദിക്കുമല്ലോ, അല്ല നിങ്ങളെ കണ്ടില്ലല്ലോ പെരുന്നാൾ പള്ളിക്ക്, അത് ചോദിക്കും ആളുകൾ. സുബഹി വിനാരം ചോദിക്കൽ മാറ്റി. അവിടെയാണ് പ്രശ്നം. ഇത് ഒരു നമ്മൾ സാധാരണ ഡ്യൂറേഷൻ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് ഒരു മാസം ഇങ്ങനെയാണ് പോവണം, അതൊരു ഹയാത്താക്കി ഇങ്ങനെ പോവുക. അതിന് ഒരു മാസത്തേക്ക് മാംസം കിട്ടാതെ മാസത്തേക്ക് അഡ്വാൻസ് മാംസം ഏൽപ്പിച്ച്
ഇനി അത്താഴത്തിന് ഇപ്പൊ മത്സ്യം വേണി അതൊരു മാസത്തേക്ക് ഏൽപ്പിച്ച് തെരഞ്ഞെടുക്കാനാവില്ല, അതുകൊണ്ട് എത്തിച്ചെന്നോ 5 രൂപ കൂടിയാലും കുഴപ്പമില്ല. അങ്ങനെ റാഹത്തിൽ മാത്രം പോയാൽ പോരാ. ഈ മാസം നമ്മെ തഴുകി തലോടി പോകുമ്പോൾ എന്ത് മാറ്റമുണ്ടായി എനിക്ക്, ആ മാറ്റത്തെ കുറിച്ചുള്ള ആലോചനയാണ് ഖുർആനിന്റെ വക്താക്കളായി നമ്മൾ തിരിയേണ്ടത്. ആ മാറ്റം ഖുർആനിലൂടെ ആകുമ്പോഴെന്താ കാര്യങ്ങൾ വലിയൊരു വിപ്ലവം ഉണ്ടാകുന്ന നാട്ടിൽ ദാവത്തുകൾക്ക് ആക്കമുണ്ടാവും. ഇസ്ലാമിക സമൂഹത്തിൽ പ്രതിസന്ധികളെ നേരിടാനുള്ള കെൽപ്പുണ്ടായിത്തീരും. അല്ലെങ്കിൽ എന്താ അറിയോ, നമ്മൾ കാണുന്ന ഈ ആളുകളുടെ അവസ്ഥയുണ്ടല്ലോ, നമ്മൾ വിചാരിക്കും ഓ നല്ല മനുഷ്യനാ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദ് യുദ്ധത്തിൽ ഒരു മനുഷ്യൻ ഷഹീദായി. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഉഹുദ് യുദ്ധത്തിൽ മനുഷ്യൻ ഷഹീദായപ്പോൾ രക്തം പുരണ്ട് മണ്ണൊക്കെ ശരീരത്തിൽ ഒട്ടിച്ചേർന്നിട്ട് ആ മയ്യത്തിന്റെ അടുത്തേക്ക് അതിന്റെ ഉമ്മ ഓടി വന്നിട്ട് ഇങ്ങനെ മയ്യത്തിന്റെ മേലുള്ള മണ്ണൊക്കെ ഇങ്ങനെ തട്ടിക്കൊടുത്തിട്ട് സ്വന്തം മകൻ യുദ്ധത്തിൽ രക്തസാക്ഷിയായതാ. അപ്പൊ അഭിമാനമുണ്ട് ഉമ്മക്ക്, എന്റെ മകൻ യുദ്ധത്തിൽ രക്തസാക്ഷിയായിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ആ മകൻ അഭിമാനത്തോട് പറയാം എന്റെ മകൻ സ്വർഗത്തിലാണോ എന്ന്. രക്തവും മണലും കൂടി ഇങ്ങനെ ഇഴകിച്ചേർന്ന് ഇങ്ങനെ ശരീരം തട്ടി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഉമ്മ പറയുന്നൊരു വാക്കുണ്ട്. എന്ത് മാത്രമല്ല, ഇവൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ഒരു കല്ല് വയറ്റത്ത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ശരീരത്തിന്റെ ബാലൻസ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് കല്ല് കെട്ടിയ സഹാബിയ മരിച്ചു കിടക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മണ്ണ തട്ടിക്കൊടുക്കുമ്പോൾ ഉമ്മ പറയുന്ന വാക്ക് എന്ത്, ഹനി അല്ലക്കയാ ബുനയ്യ അൽ ജന്ന, മോനെ നിനക്ക് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചോ. നീ മരിച്ചാലും ഉമ്മയ്ക്ക് സങ്കടമില്ല, യുദ്ധത്തിൽ രക്തസാക്ഷിയായി മരിച്ചുകൊണ്ടാണ് നീ പോകുന്നത്, അത് അഭിമാനമാണ്, അതുകൊണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് തിരിച്ചു വരേണ്ടത്, മായുദ്രീക്കി, പെണ്ണെ നിനക്ക് എങ്ങനെ അറിയാം അവൻ സ്വർഗത്തിലാണെന്ന്? ആരാ നിന്നോട് പറഞ്ഞ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന്? ചിലപ്പോ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അവൻ സംസാരിച്ചിട്ടുണ്ടാവും. ഒരു ഉപദ്രവമില്ലാത്ത ഉപകാരങ്ങൾ തറഞ്ഞിട്ടുണ്ടാവും. അവൻ ഒരു മുടക്കില്ലാത്ത ഒരു ഉപകാരം അവനത് ചെയ്തു കൊടുത്ത അവന് മുടക്കില്ല, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മുടക്കില്ല. അങ്ങനത്തെ ഉപകാരങ്ങൾ തടഞ്ഞവനായിരിക്കും ചിലപ്പോൾ അവൻ ആവശ്യമില്ലാത്ത കാര്യം ഇടപെട്ടവനായിരിക്കും അവൻ. അതുകൊണ്ട് അവൻ സ്വർഗത്തിലാണ് എങ്ങനെ നീ ഉറപ്പിച്ച് പറയും? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. യുദ്ധത്തിൽ രക്തസാക്ഷിയായ ഒരു മനുഷ്യനെ കുറിച്ച് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രതികരണം അപ്പുറം അവൻ സ്വർഗത്തിലല്ല എന്നല്ല, ഉറപ്പിക്കാൻ കഴിയില്ലെന്നാ സൂചിപ്പിച്ചത്. അവിടെ ആ വാക്കുകൾക്ക് നിയന്ത്രണമില്ലാത്ത, കണ്ണുകൾക്ക് നിയന്ത്രണമില്ലാത്ത, ഈ നമ്മുടെ ഉദരങ്ങൾക്ക് നിയന്ത്രണമില്ലാതെ ജീവിക്കുന്ന മനുഷ്യൻ ഈ നോമ്പിലൂടെ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഹലാലായ ഒരു കാശല്ലാതെ ഞാൻ എൻ്റെ കുടുംബത്തിന് എനിക്ക് ആഹാരമായി ഉപയോഗിക്കില്ല. വീട്ടിൽ ആഹാരമുണ്ടായിട്ട് നോമ്പെടുത്ത നോമ്പിലൂടെ നമ്മൾ ഹലാലായ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ച തുടർക്കാല ജീവിതത്തിൽ റബ്ബേ ഹലാലല്ലാത്ത ആഹാരം കഴിക്കില്ലെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ, എന്റെ ജോലിയിൽ ഞാൻ ഇടപെടുമ്പോൾ ഹലാലല്ലാത്ത ഒരു പ്രവർത്തനം വരില്ല എന്ന് വരുമ്പോൾ, എന്റെ പ്രവർത്തനങ്ങൾ കുടുംബജീവിതത്തിൽ സാമ്പത്തിക ഇടപാടുകൾ വൈയക്തികമായ മറ്റു മേഖലകളിലൊക്കെ ഹലാലല്ലാത്ത ഒരു പ്രവർത്തനം ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ എവിടെയാണ് നമുക്ക് ഈ നോമ്പ് തഴുകി തലോടി പോകുമ്പോൾ മാറ്റം ഉണ്ടാകുന്നത്? അങ്ങനെ മാറ്റമുണ്ടായില്ല എങ്കിൽ ഉണ്ടാകുന്ന എന്താ കാര്യങ്ങൾ? അത് അങ്ങനെയാണ് കഴിഞ്ഞു പോയി. കുറെ ആവി കൊട്ടാവിട്ടു ഉറങ്ങി നോമ്പല്ലേ എന്നാണ് ആളുകൾ പറയാം. രാവിലെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 8 മണിക്കോ 9 മണിക്കൊക്കെ രാവിലെ ചില ആളുകൾ ഫോൺ ചെയ്ത ആര് നല്ല വറക്കുന്ന എണീറ്റ് വരിക. പിന്നെ ആ അവസ്ഥയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനിയിപ്പോ എല്ലാവരും ഷെഡ്യൂളാണല്ലോ. ഇപ്പൊ തറാവീഹ് നമസ്കാരം നമ്മളൊക്കെ നാട്ടിൽ ഇശ അടക്കം 1 മണിക്കൂറാണ്. ഇശ 8:15 തുടങ്ങി 9:15 തീരണം, 8:00 തുടങ്ങാൻ 9:30 തീരണം. അത് തീരാതെ ഇമാം എങ്ങാനും അല്പം 100 ഓതിയാലോ? അല്ല മൗലവി ഇപ്പൊ 1 മാസം നിൽക്കണ്ടേ? എല്ലാവരും കൂടി അയാളെ കണ്ണുക്ക് ഒരു നോട്ടം നോക്കും. പിന്നെ അയാൾ പേടിച്ചെന്നാ പിന്നെ ആയിക്കോട്ടെ. ഇതാ ഒക്കെ നമുക്കൊരു രൂപമുണ്ട്, ഒരു കൃത്യമായ രൂപത്തിൽ ഇങ്ങനെ പോവുക എന്നാണ്. ആ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് റബ്ബുമായുള്ള എന്റെ മുനാജാത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിന്റെ സന്ധികൾ നീര് വന്നിരുന്നു നമസ്കരിച്ചിട്ട്. അത് നമ്മൾ പറയുന്ന നമസ്കാര, ചെയ്യുന്ന നമസ്കാരമല്ല. ചെയ്യുന്ന നമസ്കാരം 35 മിനിറ്റാണ്, പറയുന്ന നമസ്കാരം നീര് വരുന്ന നമസ്കാരമാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ കഴിയാതായി പോകുന്നത്? കാരണം ആലസ്യങ്ങളുടെയും ആ ഒരു ഉറക്കച്ചവടിന്റെയും
ഭക്ഷണത്തിന്റെ ക്ഷീണത്തിന്റെയും ഒക്കെ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഇത് റബ്ബേ എന്നെ തെർബിയത്തിന്റെയും തെസ്കിയത്തിന്റെയും പരിശീലനക്കളരിയാ പടച്ചറബ് നൽകിയത്. ഈ പുണ്യകര പൂമക്കാലം എനിക്ക് റബ്ബ് നൽകിയിട്ട് ഒരു മാറ്റം കഴിയാതെ തിരിച്ചു പോകുന്നുവെങ്കിൽ, ഈ ഒരു പരിവർത്തനത്തിന് ഞാൻ സന്നദ്ധനാവുന്നില്ല എങ്കിൽ, ഈ മഹാഭാഗ്യം എൻ്റെ ജീവിതത്തിലൂടെ തഴുകി തലോടിപ്പോയിട്ട് മാറ്റമില്ലാത്ത അവസ്ഥ വന്ന റബ്ബിന്റെ കോടതിയിൽ ഞാൻ എന്ത് മറുപടി പറയുമെന്നൊരു ആലോചന വേണ്ടേ? ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ റമദാൻ കഴിഞ്ഞു പോയിട്ട് ഈ റമദാൻ സമാഗതമായപ്പോഴേക്ക് നമ്മൾ പരിചയമുള്ള, നമുക്ക് പരിചയം എത്ര ആളുകൾ മരിച്ചുപോയി. ഒരുപാട് സഹോദരങ്ങൾ മരിച്ചുപോയി. രോഗം കൊണ്ട് മരിച്ചുപോയവരുണ്ട്, ഹൃദയത്തിന് അറ്റാക്കായി മരിച്ചുപോയവരുണ്ട്, വാഹന അപകടങ്ങളിൽ മരിച്ചുപോയ, അതിദാരുണമായി റോഡിൽ ചതഞ്ഞരഞ്ഞു പോയ മനുഷ്യന്മാരുണ്ട്. നമ്മളും വാഹനം കയറാറുണ്ട്, നമ്മൾ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് അറ്റാക്ക് ഉണ്ടാവാം, നമ്മൾ കയറുന്ന വാഹനങ്ങൾക്ക് അപകടങ്ങൾ ഉണ്ടാവാം, മാരകമായ രോഗങ്ങൾ നമുക്കും പിടിപെടാം. പക്ഷേ ഇപ്പോ ഈ സമയം വരെ നമുക്കത് പിടിപെട്ടിട്ടില്ല. നമ്മൾ കയറിയ ആ വാഹനത്തിന് അപകടം സംഭവിച്ചാലും നമ്മൾ രക്ഷപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ അതിനൊരു മുൻകരുതലൊന്നും എടുത്തിട്ടില്ല, ഒരു പ്രതിവിധി എടുത്തിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ മരിച്ചുപോയ ആ സഹോദരന്മാർക്ക് മുൻകരുതൽ എടുക്കാമായിരുന്നു. പക്ഷേ ഈ സമയം നമുക്ക് കിട്ടുമ്പോൾ അത് അള്ളാഹു നൽകുന്ന ഹൈരിഹി വശരിഹി, അത് നന്മക്കാണോ ഉപയോഗിക്കുന്നത്, തിന്മക്കാണോ ഉപയോഗിക്കുന്നത്? ഇപ്പോഴൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോ നമ്മുടെ നോമ്പൊക്കെ സമയം പോയി ഗെയിമാണ് കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടറിലും മൊബൈലിലൊക്കെ ഗെയിം കളിച്ച് സമയം കളയുകയാണ്. ഒരു നോമ്പിലൂടെ പണ്ടൊക്കെ വീടുകളുടെ പരിസരങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ഖുർആൻ ഒത്തുകൊണ്ട് മുഖരിതമായിരുന്നു നമ്മുടെ വീടുകൾ. കുട്ടികൾക്കൊക്കെ ഒരു മത്സരമായിരുന്നു. പാപ്പമാര് പറയും എത്ര ഓതി തീർത്താ ഏറ്റവും ഓതി തീർക്കുന്ന സമ്മാനമുണ്ടായിരിക്കും. അങ്ങനെ കുട്ടികളൊക്കെ മത്സരിച്ച് ഇത്ര ജുസോദിപ്പ, ഇത്ര നോമ്പായപ്പോഴേക്ക് ഞാൻ ഇത്ര ഹത്തം തീർത്തുപ്പ എന്നൊക്കെ മത്സരിക്കാറുണ്ടായിരുന്നു. ഇന്നിപ്പോ അങ്ങനെ ആരെങ്കിലും മത്സരം വെക്കാറുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാ? അങ്ങനെ സ്ഫുടം ചെയ്ത് ഓതാൻ കഴിയുന്ന അവസ്ഥ പോലും നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതായിപ്പോയി. ആ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഖുർആൻ നമ്മുടെ ജീവിതത്തിലേക്ക് പഠിക്കാനും പാരായണം ചെയ്യാനും തിരിച്ചു വരേണ്ടതുണ്ട്. ആ പഠിക്കുക എന്നുള്ള സംഗതി കൃത്യമായിരിക്കണം. ജീവിതത്തിന്റെ എല്ലാ അർത്ഥത്തിലും മനസ്സിന്റെ മാറാലകളെ തട്ടി വൃത്തിയാക്കാനുള്ള വഴി ഖുർആൻ പഠനമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരിക്കൽ പറയുന്ന വാക്കെന്താ? ഇന്നൽ ഖുലൂബ, മനുഷ്യന്റെ ഹൃദയമുണ്ടല്ലോ ജനങ്ങളെ, ഇരുമ്പ് തുരുമ്പലെടുക്കുന്ന പോലെ തുരുമ്പിച്ചു പോകും. ഇരുമ്പ് തുരുമ്പലെടുക്കാതിരിക്കാൻ വേണ്ടി മട്ടിപ്പെയിന്റ് അടിച്ചാലും അത് കുറെ കാലം ചെയ്യും, തുരുമ്പിക്കാതിരിക്കും. സഹാബത്ത് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നബിയെ ഹൃദയം തുരുമ്പിക്കാതിരിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്താ ഞങ്ങളെ ഹൃദയം എന്ന് നിത്യ യൗവനമായി നിലനിൽക്കാൻ ചെയ്യേണ്ടത്? അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി തിലാവത്തുൽ ഖുർആനാണ്. ഖുർആനിന്റെ പാരായണമാണ് അതിന്റെ പരിഹാരമായി നിർദ്ദേശിക്കുന്നത്. എന്നും യൗവനം നിൽക്കും. ജീവിതത്തിലെ ആധികളും വ്യാധികളും പിടിപെടുമ്പോഴും പ്രശ്നങ്ങളും സംഘർഷത്തിലും ഇടപെട്ട് ജീവിക്കുമ്പോഴൊക്കെ സ്വസ്ഥമായി അലേ തവക്കൽതു അലല്ലാഹ്, ഞാൻ റബ്ബിൽ തവക്കലാക്കി, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി, റബ്ബന്റെ കൂടെയുണ്ട് എന്ന് പറയാനുള്ള ഒരു ശുഭാപ്തി വിശ്വാസമുണ്ടല്ലോ. ആ പ്രതിസന്ധികൾ അങ്ങനെയൊന്നും ഇപ്പൊ നോക്കിയിട്ട് ജീവിക്കാൻ കഴിയുന്നത് കാലം നബിന്റെ കാലൊന്നും അല്ല എന്ന് പറയില്ല. അവൻ നബിന്റെ കാലമല്ല, ഈ കാലത്ത് നബിയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവൻ ജീവിക്കുന്നത്, നിത്യ യൗവനത്തോടെ അവൻ ജീവിച്ചു പോകുന്നത്. ഖുർആൻ അവന്റെ ജീവിതത്തിന്റെ ആസക്തിയും ലഹരിയുമായി മാറുമ്പോഴാണ്. അങ്ങനെ മാറാനുള്ള ഒരവസ്ഥയായി, വേദിയായി ഈ റമളാനെ നമ്മൾ മാറ്റിയെടുത്താൽ തീർച്ചയായും സജീവമായി തുടർക്കാല ജീവിതത്തിലും അതിന് വെളിച്ചമുണ്ടാവും. ആ വെളിച്ചം കെടാതെ സൂക്ഷിക്കാനുള്ള വഴി എന്താ? അത് ഖുർആനിലൂടെ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുകയും പഠിച്ചുകൊണ്ടിരിക്കുകയും അത് പ്രയോഗത്തിൽ വരുത്തുകയും കൃത്യമായി ജീവിതത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് ഖുർആനിലൂടെ രൂപീകരിച്ചെടുക്കുകയും ചെയ്യുക. എന്താക്കും? എന്തൊക്കെ പ്രതിസന്ധികൾ കഴിഞ്ഞുപോയി സഹാബത്തിന്റെ ജീവിതങ്ങൾ ആലോചിച്ച് നോക്കൂ. പഴയ പതറിയില്ലെല്ലാവരും അമുറമാതയുണ്ടായ കൊല്ലമുണ്ടല്ലോ, ഭൂമിയുടെ മണ്ണ് ഇളകിയിട്ട് കരിഞ്ഞിട്ട് വെണ്ണീര് പോലെ പാറിപ്പോയൊരു കാലഘട്ടമായ ഉമറുൽ ഫാറൂഖിന്റെ ഭരണകാലത്ത് മേൽമണ്ണ് കരിഞ്ഞിട്ട് വെണ്ണീര് പോലെ പാറിപ്പോവുക. അന്ന് ഉമറുൽ കൊഴുപ്പും നെയ്യും മാംസമൊക്കെ ഒഴിവാക്കിയിട്ട് ദാരിദ്ര്യം പിടിച്ച ഒരാളുടെ ജീവിതത്തിലേക്ക് പാകപ്പെടുത്തിയെടുക്കാൻ, എൻ്റെ നാട്ടിൽ എല്ലാവർക്കും ഇതുപോലെ ഭക്ഷണമുണ്ടെങ്കിൽ ഞാനും ഭക്ഷണം കഴിക്കൂ എന്ന് നാട്ടിലെ ആളുകൾ മുഴുവൻ കത്തെഴുതിയിട്ട് അവരിലുള്ള മിച്ചമുള്ള ധാന്യങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ പറ, അത്ര പ്രതിസന്ധികൾ ഉണ്ടായിട്ടും, ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധികൾ ഉണ്ടായിട്ടും പതറി ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണല്ലോ. താളും തവരയും പനയുടെ ചവറും തിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ നാട്ടിലൊക്കെ. വിശപ്പിന് ചക്കയും പൂളയും കഴിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ നാട്ടില്. റോഡിന്റെ ഓരങ്ങൾ മുളച്ച തവര നിന്നിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ നാട്ടില്.
ഇന്ന് ചക്കയും പൂളയൊക്കെ മനുഷ്യൻ കഴിക്കുന്ന ഒരു വെറൈറ്റിയാണ്, ഒരു ചേഞ്ചാ. എന്നും ചോറ് കഴിച്ച് മടുത്ത മനുഷ്യർക്ക് ഒരു ചേഞ്ച്. പക്ഷെ അന്ന് വിശപ്പിന് ആഹാരം കഴിച്ചിരുന്നത് ആ പൂളയും ചവറും ഒക്കെ ഭക്ഷണമായി കഴിച്ചിരുന്ന കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യനും ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു മുസ്ലിമോ ആത്മഹത്യ ചെയ്ത് ഇതിനേക്കാൾ ദാരിദ്ര്യം പിടിച്ച കാലഘട്ടത്തിൽ പെയിൻ കില്ലർ കണ്ടെത്താതെ വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ട് മരിച്ച സഹോദരന്മാരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അവരാരും കടും കൈ ചെയ്തിട്ടില്ല. കാരണം എന്താ? അത് റബ്ബ് നൽകിയതാ. ആ പരീക്ഷ ഞാൻ വിജയിക്കണമെന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പരീക്ഷയിൽ തോറ്റാൽ, ഉദ്ദേശിച്ച ജോലി ലഭ്യമാവാതിരുന്നാൽ, മക്കൾ ചെയ്യുന്ന അനീതികളോട് പ്രതികരിക്കാൻ പോലും നമുക്ക് പേടിയാകുന്നത് അവർ കടും കൈ ചെയ്തേക്കുമോ എന്നുള്ള പേടിയാണ്. അവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് കൃത്യമായ അച്ചടക്കത്തിന്റെ ജീവിതം, കൃത്യമായി മനസ്സിന്റെ ശുദ്ധീകരണം, ഇഹപര ജീവിതത്തിന് സൗഭാഗ്യം നേടിയെടുക്കാനുള്ള വഴി ഖുർആൻ. ആ ഖുർആൻ പഠനത്തിന് ഈ മഹത്തായ സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ നാം തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായും ഇഹത്തിലും പരത്തിലും നമുക്ക് വിജയമുണ്ടായിത്തീരും. അത്തരം വിജയികളുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.